ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ടു ലേറ്റസ്റ്റ് ഓഫ് PSC. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്കുകളാണ്. ഡിഗ്രി ലെവൽ പ്രിലിംസിന് ആവർത്തിച്ച് വന്നിട്ടുള്ള ഓരോ മേഖലകളായി നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കമന്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് നാഷണൽ ഇൻകത്തിന്റെ ക്ലാസ് തരുമോ, നാഷണൽ ഇൻകത്തിന്റെ ക്ലാസ് തരുമോ എന്നുള്ളതായിരുന്നു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നാഷണൽ ഇൻകം ആണ്. നാഷണൽ ഇൻകം എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയി എന്നുള്ളത് ആദ്യം കാണിക്കാൻ ഞാൻ നോക്കിക്കേ. നിങ്ങൾ 13 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്, അതായത് 13 എക്സാംസ് ആണ് ഇതുവരെ നടന്നിട്ടുള്ളത് കഴിഞ്ഞ 5 വർഷങ്ങളിലായിട്ട്. ഈ 5 വർഷങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള എക്കണോമിക്സിന്റെ ഏരിയയാണ് നാഷണൽ ഇൻകം അഥവാ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. നോക്കിക്കേ, എത്ര ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത് നോക്കി. ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങളെല്ലാം ഞാൻ ഇവിടെ സ്നിപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നാഷണൽ ഇൻകം ആൻഡ് അക്കൗണ്ടിങ് എന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സെക്ടേഴ്സ് ഓഫ് എക്കോണമിയും കൂടി പഠിച്ചു പോകാം. എക്കോണമിയുടെ വിവിധ സെക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. സോ നമുക്ക് സെക്ടേഴ്സ് ഓഫ് എക്കോണമിയും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സെക്ടേഴ്സ് ഓഫ് എക്കോണമി, അല്ലെങ്കിൽ നമ്മുടെ എക്കോണമിയിലെ വിവിധ തരം മേഖലകളെ പറ്റിയിട്ടാണ്. ബേസിക്കലി നിങ്ങളോട് ഇപ്പം ആരെങ്കിലും വന്നിട്ട് എക്കോണമിയിലെ വിവിധ മേഖലകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമ്മൾ ബേസിക്കലി എന്ത് പറയും? യെസ്, പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടർ എന്ന് പറയും അല്ലെ. ഈ 3 മേഖലകൾ മാത്രമേ നമ്മുടെ എക്കോണമിക്കുള്ളൂ? അല്ല, ഈ 3 മേഖലകളല്ല. ടോട്ടൽ നമ്മുടെ എക്കോണമിക്ക് ഈ 3 മേഖലകൾ ബേസിക് മേഖലകളാണ്. അത് കൂടാതെ നമുക്ക് 5 മേഖലകൾ അല്ലെ, ടോട്ടൽ നമുക്ക് 5 മേഖലകളാണ് നമ്മുടെ എക്കോണമിക്ക് ഉള്ളതെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പം ടോട്ടൽ 5 മേഖലകളാണുള്ളത്. അതിൽ ആദ്യത്തെ മേഖല പ്രൈമറി സെക്ടർ അഥവാ പ്രാഥമിക മേഖല, രണ്ടാമത്തത് സെക്കൻഡറി സെക്ടർ അഥവാ ദ്വിതീയ മേഖല, മൂന്നാമത്തത് ടെറിഷറി സെക്ടർ അഥവാ തൃതീയ മേഖല എന്നറിയപ്പെടുന്നു. സോ നമുക്ക് ഇത് എന്താണെന്ന് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ മേഖലകളെ പഠിക്കാം. അപ്പൊ ഈ ഒരു ടെറിഷറി സെക്ടർ കഴിഞ്ഞാൽ 4ാമത്തെ മേഖല എന്ന് പറയുന്നത് ഏത് മേഖലയാണ്? ക്വാട്ടേണറി സെക്ടർ ആണ് അല്ലെ. ക്വാട്ടേണറി സെക്ടർ ആണ് ക്വാട്ടേണറി സെക്ടർ ആണ് 4ാമത്തെ മേഖല, അല്ലെങ്കിൽ ചാതുർ മേഖല എന്നറിയപ്പെടുന്നു. 5ാമത്തെ മേഖല എന്ന് പറയുന്നത് ഏതാണ്? ക്യൂനറി സെക്ടർ ആണ്. ഓക്കെ, ക്യൂനറി സെക്ടർ ആണ് 5ാമത്തെ മേഖല, അല്ലെങ്കിൽ പഞ്ചമ മേഖല എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ ക്വാട്ടേണറി സെക്ടർ അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? മറ്റൊരു പേര് അറിവധിഷ്ഠിത മേഖല എന്നല്ല, അഥവാ നോളജ് സെക്ടർ എന്നാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ആദ്യം തന്നെ പഠിച്ചു പോകാം. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രൈമറി സെക്ടർ എന്താണെന്നാണ്. എന്താണ് പ്രൈമറി സെക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അഥവാ പ്രാഥമിക മേഖല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ പറയും കാർഷിക മേഖല, അവിടെ കൃഷി നടത്തുന്നു, അത് നടത്തുന്നു, ഇത് നടത്തുന്നു എന്നൊക്കെ പറയും. നിങ്ങൾ പറയുന്നത് കറക്റ്റ് ആണ്, കൃഷി ചെയ്യുന്ന മേഖല തന്നെയാണ്. നമുക്ക് ബേസിക്കലി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഈ ഡെഫിനിഷൻ പോലെ പറയാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, അതായത് പ്രകൃതിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രകൃതിയിലെ റിസോഴ്സസിനെ പ്രകൃതിയിൽ നിന്ന് നമ്മൾ നേരിട്ട് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നു അല്ലെ. അതായത് നമ്മൾ നേച്ചറിൽ നിന്ന് നേരിട്ട് ഡയറക്റ്റ് നമ്മൾ റിസോഴ്സസ് എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് നമ്മൾ നേച്ചറിൽ നിന്ന് റിസോഴ്സസ് കളക്ട് ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന മേഖലയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പ്രൈമറി സെക്ടർ അഥവാ പ്രാഥമിക മേഖല എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ കൃഷി നമ്മൾ പ്രകൃതിയിൽ നേരിട്ട് ചെയ്യുകയാണ് അല്ലെ. ഫോറസ്ട്രി, വനപരിപാലനം നമുക്ക് പറയാം. മൈനിങ്, പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് മൈനിങ് പലർക്കും തെറ്റുന്നതാണ്. മൈനിങ് ഏത് മേഖലയാണെന്നുള്ളത്. മൈനിങ് എന്ന് പറയുന്നത് പ്രൈമറി സെക്ടർ ആണെന്ന് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഈ പ്രൈമറി സെക്ടർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അഗ്രികൾച്ചറൽ സെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് മേഖലയിലോട്ടേക്ക് വരാം. സെക്കൻഡറി സെക്ടർ, ദ്വിതീയ മേഖലയുടെ പ്രത്യേകത എന്താണ്? അതായത് നമ്മൾ ഈ പ്രൈമറി സെക്ടറിൽ നിന്ന് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റോ മെറ്റീരിയൽസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റ് ആഡ് ഓൺ ചെയ്തുകൊണ്ട് നമ്മൾ മറ്റൊരു പ്രൊഡക്റ്റ് ആക്കി മാറ്റും അല്ലെ, മാനുഫാക്ചർ ചെയ്യുന്നു. സോ സെക്കൻഡറി സെക്ടർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ അഥവാ മാനുഫാക്ചറിംഗ് സെക്ടർ. ദ്വിതീയ മേഖല എന്നൊക്കെ, വ്യാവസായിക മേഖല എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? സെക്കൻഡറി സെക്ടർ ആണ്. അടുത്തതാണ് ടെറിഷറി സെക്ടർ. നമ്മൾ പ്രൈമറി സെക്ടറിലെയും സെക്കൻഡറി സെക്ടറിലെയും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളുടെ പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് എവിടെയായിരിക്കും? ടെറിഷറി സെക്ടർ അഥവാ സർവീസ് സെക്ടറിലായിരിക്കും, അല്ലെങ്കിൽ സേവന മേഖലയിലായിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതെല്ലാം നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കാം. ഇപ്പം ഞാൻ എന്ത് ചെയ്യാണ്, കുറച്ച് ടൊമാറ്റോ കൃഷി ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ കുറച്ച് ടൊമാറ്റോ കൃഷി ചെയ്യുകയാണ്, തക്കാളി കൃഷി ചെയ്യുകയാണ്. തക്കാളി നട്ട് നനച്ച് ഉണ്ടാക്കി, കുറെ തക്കാളി അങ്ങ് ഉണ്ടാക്കി. ഓക്കെ, അപ്പൊ ഞാൻ ഏത് മേഖലയിൽ വരും? ഞാൻ ഏത് മേഖലയിലാണ് അപ്പോൾ ഉള്ളത്? ഞാനപ്പം പ്രൈമറി സെക്ടറിലാണുള്ളത്. ഇനി ഈ തക്കാളി ഞാൻ പറിച്ചു. ഓക്കെ, തക്കാളി വിളവെടുത്തു. ഞാൻ ഈ തക്കാളികളെല്ലാം പറിച്ചിട്ട് ഞാൻ ഈ തക്കാളിനെ എന്താക്കി? ഒരു സോസ് ആക്കി. ഓക്കെ,
തക്കാളിനെ സോഴ്സ് ആക്കി മാറ്റി. അപ്പൊ അത് എന്ത് മേഖലയായി? അതായത് നമ്മളിത് നേച്ചറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുത്തു, അതിലോട്ടേക്ക് ആഡ് ഓൺ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളും റോ മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, വേറൊരു പ്രൊഡക്റ്റ് ആക്കി അല്ലെ? അപ്പൊ നമ്മൾ സോഴ്സ് ആക്കി. സോഴ്സ് ആക്കുമ്പോൾ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഏത് സെക്ടറിലാണ്? പ്രൈമറിയിലാണോ സെക്കൻഡറിയിലാണോ? ഇപ്പം സോഴ്സ് ആക്കിയപ്പോൾ ഞാൻ ഏത് സെക്ടറിലോട്ടേക്ക് വന്നു? സെക്കൻഡറി സെക്ടറിലോട്ടേക്ക് വന്നു. ഓക്കെ, ഇനി ഈ സോഴ്സ് ഉണ്ടാക്കിയപ്പോ എനിക്ക് തോന്നി, കുറെ സോഴ്സ് ഉണ്ടാക്കി, ഇപ്പൊ എനിക്ക് തോന്നുകയാണ് എന്ത് ചെയ്യാം? ഇതിനെ മാർക്കറ്റിംഗ് ചെയ്യാമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു? ഈ സോഴ്സിനെ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി പോവാം, വിൽക്കാൻ വേണ്ടി മാർക്കറ്റിംഗ് ചെയ്യുന്നു. സോ ഈ മാർക്കറ്റിംഗ് ചെയ്യുന്നത് ഏത് മേഖലയിൽ വരും? അത് ടെറിഷറി സെക്ടറിൽ വരും. ഓക്കെ, അപ്പൊ ഇത് മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഈ സോസിന് അത്ര ടേസ്റ്റ് പോരാ, ഇതിനെ കുറച്ചും കൂടി ടേസ്റ്റി ആക്കണം, ഇതിനെ കുറച്ചും കൂടി ഹെൽത്തി ആക്കണമെന്ന് എനിക്ക് തോന്നുവാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇതുമായിട്ട് ഇതിനെ എങ്ങനെ ഹെൽത്തി ആക്കാം, എങ്ങനെ ടേസ്റ്റി ആക്കാം എന്നുള്ളതിന്റെ റിസർച്ച് നടത്തും അല്ലേ? അപ്പൊ ഞാൻ അതിന്റെ റിസർച്ചും കാര്യങ്ങളെല്ലാം നടത്തി അതിനെ ആ സോസിനെ കൂടുതൽ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആക്കി മാറ്റുന്നു. സോ ആ റിസർച്ചും കാര്യങ്ങളും എല്ലാം നടക്കുന്ന മേഖലയെയാണ് നമ്മൾ അറിവധിഷ്ഠിത മേഖല അല്ലെങ്കിൽ ക്വാട്ടനറി സെക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ക്വാട്ടനറി സെക്ടർ എന്താണെന്ന് മനസ്സിലായല്ലോ. അങ്ങനെ ഞാൻ റിസർച്ചും കാര്യങ്ങളെല്ലാം നടത്തി നമ്മുടെ സോസിനെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആക്കി മാറ്റി. ഇനി എനിക്ക് എന്ത് ചെയ്യണം? ഇപ്പൊ എനിക്ക് തോന്നുകയാണ് ഇതിനെ എനിക്ക് കൂടുതൽ ആളുകളിലോട്ടേക്ക് എത്തിക്കണം, കൂടുതലായിട്ട് എനിക്ക് ഇതിനെ വിൽക്കണം, അല്ലെങ്കിൽ ഇതിന് കൂടുതലായിട്ട് എനിക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാ, സെല് ചെയ്യണം എന്നൊക്കെ എനിക്ക് തോന്നുകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ട് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാണ്, അതിന് വേണ്ട ഓരോ ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ്. സോ ഈ ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത് ഏത് മേഖലയിലാണ്? ഡിസിഷൻ മേക്കിംഗ് നടത്തുന്ന മേഖലയാണ് ക്യൂനറി സെക്ടർ അല്ലെങ്കിൽ പഞ്ചമ മേഖല എന്ന് പറയുന്നത്. അപ്പൊ ഡിസിഷൻ മേക്കിംഗ് നടക്കുന്നതാണ് ക്യൂനറി സെക്ടർ. അപ്പൊ നമ്മുടെ പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റും ഒക്കെ ഏത് സെക്ടർ, ഏതെങ്കിലും കമ്പനിയിലെ സിഇഒമാരൊക്കെ ഏത് സെക്ടറിലായിരിക്കും വരിക? അവരെല്ലാം വരുന്നത് ക്യൂനറി സെക്ടറിലായിരിക്കും. അപ്പൊ ഇങ്ങനെ 5 മേഖലകളാണ് നമ്മുടെ എക്കോണമിക്ക് ഉള്ളതെന്ന് മനസ്സിലാക്കി വെക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നാഷണൽ ഇൻകം ആണ് പഠിക്കാനുള്ളത്. നാഷണൽ ഇൻകം പഠിക്കുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കോൺസെപ്റ്റുകൾ, കുറച്ച് ടേംസ് ഉണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ടേം ആണ് ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നത്. എന്തായിരിക്കും ഫൈനൽ ഗുഡ്സ്? ഫൈനൽ ഗുഡ്സ് എന്നാണല്ലേ പറയുന്നത്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഫൈനൽ ഗുഡ്സ് എന്താണെന്ന് പഠിക്കാം. ഫൈനൽ ഗുഡ്സ് അന്തിമ സാധനങ്ങൾ എന്നാ പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കൺസംഷന് വേണ്ടിയിട്ട്, അതിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയാ, ഏറ്റവും ലാസ്റ്റ് ആയിട്ട്, അതായത് ആ ഒരു പ്രൊഡക്റ്റിനെ നമുക്കിനി വീണ്ടും മറ്റൊന്നാക്കുന്നില്ല, നമ്മൾ എന്ത് ചെയ്യുന്നു? ഫൈനൽ കൺസംഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഫൈനൽ യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളെയും സേവനങ്ങളെയുമാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫൈനൽ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. അത് വീണ്ടും എന്ത് ചെയ്യുന്നില്ല, വീണ്ടും ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലോട്ടേക്ക് കടന്നു പോകുന്നില്ല. ഞാനത് എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഫൈനൽ ഗുഡ്സ് എന്ന് പറയുമ്പം 2 രീതിയിലാണുള്ളത്. ഓക്കെ, ഫൈനൽ ഗുഡ്സ് 2 രീതിയിലാണുള്ളത്. ഒന്ന് ക്യാപിറ്റൽ ഗുഡ്സ്, ഓക്കെ, ക്യാപിറ്റൽ ഗുഡ്സും മറ്റൊന്ന് കൺസ്യൂമർ ഗുഡ്സും. ക്യാപിറ്റൽ ഗുഡ്സും കൺസ്യൂമർ ഗുഡ്സും. ഈ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ഗുഡ്സ് അല്ലെങ്കിൽ ഇതിനെ നമുക്ക് മൂലധന വസ്തുക്കൾ എന്ന് വിളിക്കാം. ഓക്കെ, മൂലധന വസ്തുക്കൾ എന്ന് വിളിക്കാം. കൺസ്യൂമർ വസ്തുക്കളെ നമുക്ക് ഉപഭോഗ വസ്തുക്കൾ എന്ന് വിളിക്കാം. അപ്പൊ നമുക്ക് കൺസ്യൂമർ ഗുഡ്സ് എന്താണെന്ന് നോക്കിയാലോ. സിമ്പിൾ ആണ്, ആ പേരിൽ നിന്ന് തന്നെ കിട്ടും. കൺസ്യൂമർ ഗുഡ്സ്, ഉപഭോഗ വസ്തുക്കൾ. എടാ നമ്മളൊക്കെ കൺസ്യൂമേഴ്സ് അല്ലേ? ഞാനും നിങ്ങളും ഒക്കെ എന്താണ്? കൺസ്യൂമേഴ്സ് ആണ്. നമ്മൾ എന്തിനാ സാധനങ്ങൾ വാങ്ങിക്കുന്നത്? നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത് അല്ലെ? അപ്പൊ ഓരോ ഉപഭോക്താക്കളും നമ്മൾ നേരിട്ട് ഉപയോഗിക്കുകയാണ്. നമ്മൾ അതിന് വേറെ ഒന്നും ചെയ്യണില്ല, നമ്മൾ നേരിട്ട് ഉപയോഗിക്കണം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ പോയിട്ട് കടയിൽ പോയിട്ട് ഒരു TV വാങ്ങിക്കണം. ഞാൻ എന്താണ്? അവിടുത്തെ കൺസ്യൂമർ ആണ്. ഞാൻ ഈ TV വാങ്ങിക്കുന്നത് എന്തിനാ? എനിക്ക് TV കാണാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഞാനിപ്പോ ഒരു ബ്രെഡ് വാങ്ങിക്കുന്നു, എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിക്കുന്നത്. ഓക്കെ, എനിക്ക് കഴിക്കാന്നുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ ബ്രെഡ് വാങ്ങിക്കുന്നത്. ബ്രെഡ് വാങ്ങിച്ച് ഞാൻ കഴിക്കുന്നു. അപ്പം ഇത്തരത്തിൽ നമ്മൾ നേരിട്ട് വാങ്ങി ഉപയോഗിക്കുന്ന ഒരു കൺസ്യൂമർ നേരിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന സാധനങ്ങളെ എല്ലാത്തിനെയും നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താം? കൺസ്യൂമർ ഗുഡ്സിൽ ഉൾപ്പെടുത്താം. അപ്പൊ കൺസ്യൂമർ ഗുഡ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ക്യാപിറ്റൽ ഗുഡ്സ് എന്താണ്? മൂലധന സാധനങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആണ്. അതായത് വേറൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് മറ്റ് സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ മെഷീൻസ് വാങ്ങിക്കുന്നത് എന്തിനാ? ഒരു മെഷീൻ വാങ്ങിക്കണം. ഈ മെഷീൻ വാങ്ങിക്കുന്നത് എന്തിനാ? വേറൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഷീൻ വാങ്ങിക്കുന്നത്. സോ വേറൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്നതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? അതിന് നമുക്ക് മൂലധന വസ്തുക്കൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് വിളിക്കാം.
ഓക്കെ, അപ്പൊ നമുക്ക് അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്കിപ്പം നമ്മൾ കുറച്ച് ഒരു ബിൽഡിംഗ് വാങ്ങിക്കുന്നു, യന്ത്രങ്ങൾ വാങ്ങിക്കുന്നു, ഉപകരണങ്ങൾ വാങ്ങിക്കുന്നു, ഇതെല്ലാം എന്തിൽ വരും? ഇത് മൊത്തം ക്യാപിറ്റൽ ഗുഡ്സിൽ വരും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടല്ലോ എന്താണ് ഫൈനൽ ഗുഡ്സ് എന്ന് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ അതെന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ കൂടെ പഠിക്കേണ്ട മറ്റൊരു ഗുഡാണ് എന്ത്? ഇന്റർമീഡിയറി ഗുഡ്സ്. ഇന്റർമീഡിയറി ഗുഡ്സ് അല്ലെങ്കിൽ അതിനെ ഇടനില വസ്തുക്കളെന്നും മധ്യമ വസ്തുക്കളെന്നും വിളിക്കും. മധ്യമ വസ്തുക്കളല്ല, മധ്യമ സാധനങ്ങൾ എന്ന് വിളിക്കും. അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഗുഡ്സ്, ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്നൊക്കെ വിളിക്കും. അതെന്തായിരിക്കും ഇന്റർമീഡിയറ്റ് ഗുഡ്സ്? നമ്മൾ പറയില്ല നീ എന്താ ഇവരുടെ ഇന്റർമീഡിയേറ്റർ ആണോ മീഡിയേറ്റർ ആണോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ? ഇത് തന്നെ സംഭവം. അതായത് നമ്മൾ ഉൽപാദന പ്രക്രിയയിലേക്ക് ഇടനിലയായിട്ട് കടന്നു വരുന്ന വസ്തുക്കളെ. അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ഞാൻ എക്സാമ്പിൾ വെച്ച് പറയാം. അതായത് ഞാനിപ്പം ഒരു തേയില വാങ്ങിച്ചു. ഓക്കെ ഓക്കെ, തേയില വിട്ടേക്ക്. വേറൊരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോ ഒരു ബ്രെഡ്, ഓക്കെ, ഞാനിപ്പോ കുറച്ച് ഫ്ലോർ വാങ്ങിച്ചു. ഓക്കെ, കുറച്ച് ഫ്ലോർ വാങ്ങിച്ചു, ഈ ആട്ട വാങ്ങിച്ചു. ഈ ഫ്ലോറ് ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഫ്ലോറ് ഞാനൊരു ബേക്കറാണ്. ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഫ്ലോർ ഉപയോഗിച്ചിട്ട് ഞാൻ എന്തെങ്കിലും ഒരു ബേക്കറി ഉണ്ടാക്കുവാണെന്ന് കരുതുക. ഓക്കെ, ബേക്കറി ഉണ്ടാക്കുവാണെന്ന് കരുതുക. സോ ഈ ബേക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഇടയിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഇന്റർമീഡിയറി ഗുഡ് ആണ് എന്തെന്ന് പറയുന്നത്? ഫ്ലോർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബേക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഇന്റർമീഡിയറി ഗുഡ് ആണ് ഫ്ലോർ എന്ന് പറയുന്നത്. ഈ ബേക്കറി എന്ന് പറയുന്നത് എന്താണ്? ബേക്കറി എന്ന് പറയുന്നത് അവിടെ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? മറ്റൊരു ഉൽപാദന പ്രക്രിയക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ബേക്കറി പോകുന്നത്, അല്ലെ? സോ ഇത്തരത്തിൽ നമ്മൾ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ഫൈനൽ ഗുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വീണ്ടും പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് പോവാൻ വേണ്ടിയിട്ടും ഓക്കെ ഇതിന്റെ ഇടയിൽ യൂസ് ചെയ്യുന്ന ഗുഡുകളെയൊക്കെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇന്റർമീഡിയറ്റ് ഗുഡ്സ് അഥവാ മധ്യമ സാധനങ്ങൾ എന്ന് വിളിക്കാം. ഇപ്പൊ നമ്മൾ കാണുന്ന ഓരോ അസംസ്കൃത വസ്തുക്കളുണ്ടല്ലോ, റോ മെറ്റീരിയൽസ് എല്ലാം എന്തിന്റെ എക്സാമ്പിൾസ് ആണ്? ഇത്തരത്തിലുള്ള ഇന്റർമീഡിയറ്റ് ഗുഡ്സിന് എക്സാമ്പിൾസ് ആണ്. ഇപ്പൊ ഫാബ്രിക് നമ്മൾ വാങ്ങിക്കുന്നു. ഓക്കെ, ഞാനൊരു ഫാബ്രിക് വാങ്ങിക്കുന്നു. ഞാനൊരു ടൈലർ ആണ്. ഞാൻ ഫാബ്രിക് വാങ്ങി ഒരു ഫിനിഷ്ഡ് ഗുഡ് ആയിട്ടുള്ള ഒരു ഷർട്ട് ഉണ്ടാക്കി. ഓക്കെ, ഒരു ഷർട്ട് ഉണ്ടാക്കുന്നു. സോ ഈ ഷർട്ട് എന്ന ഫൈനൽ ഗുഡിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഇന്റർമീഡിയറ്റ് ഗുഡ് ആണ് എന്തെന്ന് പറയുന്നത്? ഫാബ്രിക് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇതാണ് ഫൈനൽ ഗുഡ്സ് ആൻഡ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നാഷണൽ ഇൻകം എന്ന കോൺസെപ്റ്റ് ആണ്. ശ്രദ്ധിച്ച് കേൾക്കുക, ഈ ഒരു കോൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് നാഷണൽ ഇൻകം എന്ന് നോക്കിയാലോ. നാഷണൽ ഇൻകം ഭയങ്കര സിമ്പിൾ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. ഒരു വർഷത്തില്, അതായത് ഒരു വർഷം, ഓക്കെ, ഒരു വർഷത്തില് ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ടോട്ടൽ ഗുഡ്സിന്റെയും സർവീസിന്റെയും മോണിറ്ററി വാല്യൂ, ഓക്കെ, അല്ലെങ്കിൽ മണി വാല്യൂ. ഓക്കെ, ഒരു വർഷത്തില് ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ടോട്ടൽ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ മണി വാല്യൂവിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഒരു രാജ്യത്തിന്റെ നാഷണൽ ഇൻകം എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ 1 ഇയർ എന്ന് പറഞ്ഞല്ലോ. ഇന്ത്യയില് ഈ 1 ഇയർ എന്ന് പറയുന്നത് നമ്മളിപ്പോ ജനുവരി 1 തൊട്ട് ഡിസംബർ 31 വരെ അല്ല. ഇന്ത്യയിലെ ഈ 1 ഇയർ എന്ന് പറയുന്നത്, ഇന്ത്യയിൽ നമ്മൾ ഫിനാൻഷ്യൽ ഇയർ, സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞാല് എപ്പോ തൊട്ട് എപ്പോ വരെയാണ് ഇന്ത്യയിലെ സാമ്പത്തിക വർഷം? ഏപ്രിൽ 1 തൊട്ട് മാർച്ച് 31 വരെയാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഫിനാൻഷ്യൽ ഇയർ ഏതാ? ഇപ്പത്തെ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ഏതാ? 2026 ഏപ്രിൽ 1 തൊട്ട് 2027 മാർച്ച് 31 വരെയുള്ള ഫിനാൻഷ്യൽ ഇയറിലാണ് ഇപ്പൊ നമ്മളുള്ളത്. സോ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഇയറിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ടോട്ടൽ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ മോണിറ്ററി വാല്യൂവിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഒരു രാജ്യത്തിന്റെ നാഷണൽ ഇൻകം എന്ന് വിളിക്കാം. ക്ലിയർ അല്ലേ? ഇനി ഞാനൊരു എക്സാമ്പിളും കൂടി വെച്ച് പറഞ്ഞു തരട്ടെ. ഞാൻ മാത്രമുള്ള ഒരു എക്കോണമി ആണെന്ന് വിചാരിക്കാം. ഈ ഒരു എക്കോണമിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ നോക്കിക്കോ, ഞാൻ എന്ത് ചെയ്യാന്നറിയോ? ഞാനൊരു 10 കിലോ ആപ്പിള് പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, ഞാൻ മാത്രമേ ഈ എക്കോണമിയിലുള്ളൂ. ഞാൻ എന്ത് ചെയ്തു? ഒരു വർഷം 10 കിലോ ആപ്പിള് പ്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് ഞാൻ ഈ ആപ്പിൾ എന്ത് ചെയ്യാണ്? കിലോയ്ക്ക്
കിലോയ്ക്ക് 50 രൂപയ്ക്ക് വിൽക്കുകയാണെന്ന് കരുതാം. ഓക്കെ, കിലോയ്ക്ക് 50 രൂപയ്ക്ക് വിൽക്കുകയാണ്. 50 രൂപ പെർ kg. ഓക്കെ, 1 കിലോ ആപ്പിളിന് 50 രൂപയ്ക്ക് വിൽക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പം ഇവിടുത്തെ നാഷണൽ ഇൻകം എത്രയാണെന്ന് അറിയോ? അപ്പൊ ഞാൻ മാത്രമുള്ള ഒരു എക്കോണമിയാ. ഞാൻ ആ ഒരു എക്കോണമിയിൽ ഞാൻ ആ ഒരു വർഷം ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത് 10 കിലോ ആപ്പിൾ ആണ്. ആ ആപ്പിളിന് ഞാൻ ഇട്ടേക്കുന്ന വില എന്ന് പറയുന്നത് കിലോയ്ക്ക് 50 രൂപയാണ്. സോ ഈ എക്കോണമിയിലെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് 10 × 50. 10 × 50 എത്രയാണ് 10 × 50 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 500. സോ 500 ആണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ബേസിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ് എന്ന് നമുക്ക് ബേസിക്കലി നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇതിൽ ഇങ്ങനെ പഠിക്കണ്ട, നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. 1 by 1 ആയിട്ട് ഞാൻ എന്ത് ചെയ്യാം പറഞ്ഞു തരാം. അപ്പൊ ഇപ്പൊ നമ്മൾ നാഷണൽ ഇൻകം എന്താണെന്ന് നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് നാഷണൽ ഇൻകം എന്തിനാണ് കണക്കാക്കുന്നത്, എന്തിനാണ് നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ സാധനം ഇട്ടേക്കുന്നത്? പഠിക്കുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ ഇത് ഇത്തരത്തിലുള്ള നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയെന്ന് നോക്കിയാലോ. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ്? ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കുന്നതിന്, അതുപോലെ തന്നെ നമ്മൾ വിവിധ മേഖലകളെ പറ്റി പറഞ്ഞല്ലോ. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി, ക്വാട്ടനറി, ക്യൂനറി എന്നൊക്കെ പറഞ്ഞ് വിവിധ സെക്ടേഴ്സിനെ പറ്റി പറഞ്ഞല്ലേ. ഈ ഓരോ സെക്ടറിൽ നിന്നും നമ്മുടെ നാഷണൽ ഇൻകത്തിലോട്ടേക്ക്, അതായത് ഓരോ സെക്ടറും എത്രത്തോളം നാഷണൽ ഇൻകത്തിലോട്ടേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഹെൽപ്പ് ചെയ്യുന്നു? നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുന്നു. വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യാറുണ്ടല്ലോ നമ്മൾ, അറിയാലോ. വിവിധ പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്യാറുണ്ട് നമ്മുടെ എക്കോണമിയിൽ. സോ ഇത്തരത്തിലുള്ള പദ്ധതി പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നതിനും മറ്റും സർവേ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് നമ്മളെ സഹായിക്കും? നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മളെ സഹായിക്കും. സോ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ആ ഒരു രാജ്യത്തിന്റെ എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യമാണെന്ന് മനസ്സിലാക്കി വെക്കുക. അത് മാത്രമല്ല, വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യുന്നതിന് ഇത് ഹെൽപ്പാക്കും. അതുപോലെ തന്നെ നമ്മുടെ ജനങ്ങളുടെ വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങളെ പറ്റിയും ചെലവുകളെ പറ്റിയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഹെൽപ്പാക്കും. ഓക്കെ, പിന്നെ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, സാമ്പത്തിക വ്യവസ്ഥയുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് നമ്മുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി നാഷണൽ ഇൻകവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് ടേംസുകൾ ഉണ്ട് അല്ലെ. അല്ലെങ്കിൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് വിവിധ മെഷേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്, വിവിധ തരം അളവുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. സോ ഈ ഓരോ അളവുകളെയും നമുക്ക് എന്ത് ചെയ്യണം? ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നു മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം, അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അഥവാ GDP. ഓക്കെ, GDP എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ നാഷണൽ ഇൻകം അളക്കുന്നതിന് ഒരുപാട് മെഷേഴ്സ് ഉണ്ട്. അതിലൊരു മെഷറാണ് GDP എന്ന് പറയുന്നത്. രണ്ടാമത് നോക്കിക്കേ, GNP ആണ്, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, മൊത്തം ദേശീയ ഉൽപ്പന്നം. അടുത്തതാണ് NNP. NNP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? NNP നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. ഓക്കെ, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. അടുത്ത നോക്കിക്കേ, NNP at FC. NNP at FC എന്ന് വെച്ചാൽ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്. അടുത്ത നോക്കിക്കേ, പേഴ്സണൽ ഇൻകം. അടുത്തത് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. ഇങ്ങനെ വിവിധ മെഷേഴ്സ് ആണ് നമുക്ക് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ 1 by 1 ആയിട്ട് ഓരോരുത്തരെയും പഠിക്കാൻ വേണ്ടി പോവാണ്. ആദ്യം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ആരെയാണ്? GDP-നെയാണ്. എന്താണ് GDP എന്ന് വെച്ചാൽ? GDP എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറയും ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയും. എന്താടാ GDP എന്ന് വെച്ചാൽ? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്നതിനപ്പുറം GDP എന്ന് ചോദിച്ചാൽ എന്താണ് ഒരാൾക്ക് പറയാൻ പറ്റുക? അതായത് ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്നല്ലേ പറയുന്നത്, അല്ലെങ്കിൽ ആഭ്യന്തര ഉൽപ്പന്നം എന്നല്ലേ പറയുന്നത്? അതായത് ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ, ഇന്ത്യ, ഓക്കെ, നമ്മുടെ ഇന്ത്യ എന്ന രാജ്യം, എൻ്റെ ഇന്ത്യയുടെ മാപ്പ് ഇങ്ങനെയൊക്കെയാണ്. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാട്ടോ. ഇന്ത്യക്ക് ചിലപ്പം എൻ്റെ മാപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതെന്ത് ഇന്ത്യ എന്നൊക്കെ തോന്നും. പക്ഷെ തൽക്കാലത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഏകദേശം ശരിയായി. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്ത്യ അല്ലെ. ഇന്ത്യയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. സോ ഈ ഒരു ഇന്ത്യൻ അതിർത്തിയുടെ ഉള്ളില് ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന
ടോട്ടൽ ഗുഡ്സ് ആൻഡ് സർവീസിനെയാണ്, ടോട്ടൽ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ മണി വാല്യൂവിനെയാണ് നമ്മൾ ആ രാജ്യത്തിന്റെ GDP എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ അതിർത്തി എന്ന് പറയുന്നത് ഇതാണ്. സോ ഈ ഒരു അതിർത്തി മാത്രമേ ഇതിൽ ഇൻക്ലൂഡഡ് ആകുന്നുള്ളൂ? അല്ല. ഇവിടെ നിങ്ങൾ പഠിച്ചു വെക്കണം, ഈ ഒരു രാജ്യത്തിന്റെ അതിർത്തി എന്ന് പറയുമ്പം അതിൽ പല കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആകുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഇൻക്ലൂഡഡ് ആകുന്നതെന്ന് നോക്കിക്കേ. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ് ആകുന്നത്? ഒന്ന്, ഇതിന്റെ എയർ സ്പേസ് ആൻഡ്, അതായത് ജല അതിർത്തിയും അതുപോലെ തന്നെ വ്യോമ അതിർത്തിയും. ഓക്കെ, നമ്മൾ പറയില്ലേ ഇവിടുന്ന് ഇത്ര നൊട്ടിക്കൽ കിലോമീറ്റർ വരെയാണ് നമ്മുടെ ജല അതിർത്തി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. സോ ജല അതുപോലെ തന്നെ വ്യോമ അതിർത്തികൾ എന്തിന്റെ ഉള്ളിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്? ഈ ഒരു നമ്മുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്ന GDPന്റെ ഉള്ളിൽ പറയുന്ന ഈ ഒരു എക്കണോമിക് ടെറിട്ടറി ഓഫ് ദി കൺട്രിയിൽ ഉൾപ്പെടുന്നതാണ് ജല വ്യോമ അതിർത്തി എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ രാജ്യങ്ങളുള്ളിൽ മറ്റു രാജ്യങ്ങളുടെ എംബസീസ് ഉണ്ട് അല്ലെ, മറ്റു രാജ്യങ്ങളുടെ എംബസീസും ഹൈ കമ്മീഷൻസും ഉണ്ട്. അതും എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? അതും GDPയിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതിൽ വരുന്നത് എന്താ? ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്ത് പറയാം, എയർ ഇന്ത്യ സർവീസസ് ഒക്കെ ഉണ്ട് അല്ലെ, എയർ ഇന്ത്യ സർവീസസ് ഒക്കെ ഉണ്ട്. ഈ എയർ ഇന്ത്യ സർവീസസ് ബിറ്റ്വീൻ ടു കൺട്രീസ്, എയർ ഇന്ത്യ സർവീസസ് ബിറ്റ്വീൻ ടു കൺട്രീസ് നമുക്ക് ഈ ഒരു ഇക്കണോമിക് ടെറിട്ടറിയുടെ ഉള്ളിൽ വരും. പിന്നെ ഇതിൽ വരുന്നത്, ഇപ്പം ഒരു ഫോറിനർ എന്ത് ചെയ്യുകയാണ്, ഒരു ഫോറിനർ ഒരു മൂവി ടിക്കറ്റ് പർച്ചേസ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു മൂവി ടിക്കറ്റ് ഒരു ഫോറിനർ ഇന്ത്യയിൽ പർച്ചേസ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഇന്ത്യയിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതും എന്തിൻ്റെ ഉള്ളിൽ വരും? അതൊക്കെ ഈ ഒരു GDPന്റെ ഉള്ളിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. സോ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ വെച്ച് നടക്കുന്ന ഇത്തരത്തിലുള്ള ടോട്ടൽ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ടോട്ടൽ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ മണി വാല്യൂവിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? GDP എന്ന് വിളിക്കാം. ആ ഒരു രാജ്യത്തിന്റെ GDP എന്ന് വിളിക്കാം. സോ GDP എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ടേബിൾ ആണ് ഈ ഒരു, ഇത് SCERT ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. ഈ ഒരു ബോക്സ് നിങ്ങൾ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മൾ GDP പഠിക്കുമ്പോൾ ഒരു രാജ്യത്തിന്റെ അതിർത്തി എന്നാണല്ലോ, ഒരു സാമ്പത്തിക അതിർത്തി എന്നാണല്ലോ പറയുന്നത്. ആ സാമ്പത്തിക അതിർത്തിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നുള്ളതെന്നാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ GDP എന്താണെന്നാണ് പഠിച്ചത്. ഇനി നമുക്ക് GDPയുമായി ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ഒപ്പം നമ്മൾ പഠിച്ചു വെക്കേണ്ട മറ്റൊരു ടേം ആണ് GNP എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് GNP എന്താണെന്നും കൂടി നോക്കാം, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. അപ്പൊ എന്താണ് GNP എന്ന് നോക്കിയാലോ? GNP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നോക്കിക്കേ, ഒരു സാമ്പത്തിക വർഷത്തിലെ നമ്മുടെ രാജ്യത്തിലെ ആളുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ പൗരന്മാരല്ലേ, ആ രാജ്യത്തെ നാഷണൽസ്, ആ രാജ്യത്തിലെ നാഷണൽസ് എന്ത് ചെയ്യുന്നു? അവര് ഇന്ത്യയിലും, അതായത് ഇപ്പൊ നമ്മൾ ഇന്ത്യയുടെ കേസ് എടുക്കുന്നെങ്കിൽ ഈ രാജ്യത്തെ സിറ്റിസൺസ് നമ്മുടെ രാജ്യത്തെ സിറ്റിസൺസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ മാത്രമേ താമസിക്കുന്നുള്ളൂ? അല്ലല്ലോ, പുറത്തും നമ്മുടെ ആൾക്കാർ താമസിക്കുന്നില്ലേ, മറ്റു രാജ്യങ്ങളിലും നമ്മുടെ ആൾക്കാർ താമസിക്കുന്നുണ്ടല്ലേ. സോ ആ ഒരു രാജ്യത്തും നമ്മുടെ രാജ്യത്തും ഇനി പുറത്ത്, ഓക്കെ, വിദേശത്ത്, ഓക്കെ, ഫോറിൻ കൺട്രീസിലും താമസിക്കുന്ന നമ്മുടെ നാഷണൽസ് എന്ത് ചെയ്യുന്നു? അവരുൽപാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകേനെ, അല്ലെങ്കിൽ അതിന്റെ ഒരു വർഷത്തെ മണി വാല്യൂവിനെ നമുക്ക് ഇതെന്ന് വിളിക്കാം? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് വിളിക്കാം. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു നോക്കിയാലോ? ഓക്കെ, എക്സാമ്പിൾ വെച്ച് പറഞ്ഞു നോക്കാം. ഞാനിവിടെ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാനിവിടെ കുറച്ച് കൃഷി നടത്തുന്നു. കൃഷി നടത്തി ഞാൻ ഒരു വർഷം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 500 രൂപ, ഓക്കെ, 500 രൂപയുടെ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട് വിചാരിക്കാം. ഓക്കെ, ഇത് ഞാനാണ്. ഞാൻ 500 രൂപയുടെ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. ഞാൻ താമസിക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. ഓക്കെ, ഇന്ത്യയിലാണ്. ഇനി എനിക്കൊരു സിസ്റ്റർ ഉണ്ട്. എൻ്റെ സിസ്റ്റർ UK-ലാണ്. ഓക്കെ, എൻ്റെ സിസ്റ്റർ UK-ലാണ്. എൻ്റെ സിസ്റ്റർ UK-ൽ നേഴ്സാണ്. പുള്ളിക്കാരി അവിടെ ഒരു വർഷം 1000 രൂപയാണ് ഉണ്ടാക്കണേന്ന് വിചാരിക്കാം. സോ എൻ്റെ ഈ ഇൻകവും എൻ്റെ ഈ ഇതും അതുപോലെ തന്നെ സിസ്റ്ററിൻ്റെതും ഏതിലോട്ടേക്ക് വരുന്നത്? ഞങ്ങളുടെ രണ്ടുപേരുടെയും ഈ ഇൻകം ഏതിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഞങ്ങൾ രണ്ടുപേരുടെതും ഏതിൽ കാൽക്കുലേറ്റ് ചെയ്യും? GNPയിൽ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്റേത് കാൽക്കുലേറ്റ് ചെയ്യുന്നു, സിസ്റ്ററിന്റെയും കാൽക്കുലേറ്റ് ചെയ്യുന്നു, GNPയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു.
ഇനി വേറൊരു എക്സാമ്പിൾ വെക്കാം. ഞാനിവിടെ സേ ഞാൻ യു കെ പോയി. ഓക്കെ, ഞാൻ യു കെയിൽ നേഴ്സായിട്ട് പോയി. പോയിട്ട് അവിടെ 1 ഇയർ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 500 രൂപയാണെന്ന് വിചാരിക്കാം. ഇനി ഇന്ത്യയിലേക്ക് ഒരു സായിപ്പ് വന്നു. ഓക്കെ, ഇന്ത്യയിലേക്ക് ഒരു സായിപ്പ് വന്നിട്ട് പുള്ളി ഇവിടെ നല്ല കൃഷിയൊക്കെ നടത്തി. പുള്ളി ഇവിടെ ഒരു വർഷം ഒരു 1500 രൂപ ഉണ്ടാക്കുന്നുണ്ടെന്ന് കരുതുക. ഓക്കെ, 1500 രൂപയുടെ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ടെന്ന് കരുതുക. അപ്പൊ സായിപ്പ് ഇന്ത്യയിൽ 1500 രൂപയുടെ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. ഞാൻ യു കെയിൽ എന്താ ചെയ്യുന്നത്? ഞാൻ യു കെയിൽ 500 രൂപയുടെ വർക്കാണ് ചെയ്യുന്നത്. സോ സായിപ്പിന്റെ ഈ ഒരു 1500 രൂപ എന്നുള്ളത് ഏതിലാണ് വരിക? GDP-യിലാണോ വരിക? GNP-യിലാണോ വരിക? ഏതിലാ വരിക? നോക്കിക്കേ, സായിപ്പ് ഇന്ത്യയിൽ കേരളത്തിലാണ് കൃഷി നടത്തിയത്. കേരളത്തിൽ കൃഷി നടത്തി അദ്ദേഹം 1500 രൂപ ഒരു വർഷം ഉണ്ടാക്കി, അല്ലെങ്കിൽ 1500 രൂപയുടെ പ്രൊഡക്ഷൻ ചെയ്തു. ഞാൻ യു കെ പോയിട്ട് ഞാൻ അവിടെ നേഴ്സായിട്ട് 500 രൂപയുടെ പ്രൊഡക്ഷൻ നടത്തി. സോ സായിപ്പിന്റെ ഈ 1500 രൂപ ഏതിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും? ഇത് എവിടെയാ കാൽക്കുലേറ്റ് ചെയ്യുക? GNP-യിലാണോ GDP-യിലാണോ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? GDP-യിൽ. എന്തുകൊണ്ടാ GDP-യിൽ കാൽക്കുലേറ്റ് ചെയ്തേ? സായിപ്പ് എവിടെയാണോ? സായിപ്പ് ഇന്ത്യന്റെ ഉള്ളിലാ അല്ലെ? കേരളത്തിലാണ്, ഇന്ത്യൻ അതിർത്തിക്കുള്ളിലാണ് അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ എക്കണോമിക് സോണിന്റെ ഉള്ളിലാണ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ആഭ്യന്തര സാമ്പത്തിക അതിർത്തിക്കുള്ളിലാണ് ആര് നിൽക്കുന്നത്? സായിപ്പ് നിൽക്കുന്നത്, അല്ലെങ്കിൽ സായിപ്പ് അവിടെ ചെയ്യുന്നത്. സോ ഇത് എന്തിലോട്ടേക്ക് കാൽക്കുലേറ്റ് ചെയ്യും? GDP-യിൽ കാൽക്കുലേറ്റ് ചെയ്യും. ഇനി ഞാൻ എവിടെയാ നിൽക്കണേ? ഞാൻ യു കെയിലാണ് അല്ലെ? യു കെയിൽ നേഴ്സായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? 500 രൂപയാക്കുന്നു. സോ ആ ഒരു എമൗണ്ട് എവിടെയാ വരുന്നത്? ആ ഒരു എമൗണ്ട് എവിടെയാ കാൽക്കുലേറ്റ് ചെയ്യുക? അത് GNP-യിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ഈ ഒരു ഡിഫറൻസ് കൃത്യമായിട്ടും മനസ്സിലാക്കി വെക്കുക. അപ്പൊ എങ്ങനെയാണ് GNP കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ? GNP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ GDP ഉണ്ടല്ലോ, GDP-യിൽ നിന്നും ആരെ കുറയ്ക്കണം? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡിനെ കുറയ്ക്കണം. അപ്പൊ എന്താണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് വെച്ചാൽ GDP, നമ്മൾ നേരത്തെ പഠിച്ച GDP ഇല്ലേ, ആ GDP-ന്റെ ഉള്ളിൽ നിന്ന് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? GNP കിട്ടും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെന്താ സാധനം, ഈ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾ വിചാരിക്കും അല്ലെ? അതെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. അതായത് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുണ്ടല്ലോ, മറ്റു രാജ്യങ്ങളിൽ ഇപ്പം ഗൾഫിൽ ജോലി ചെയ്യുന്നവര്, അമേരിക്കയിൽ ജോലി ചെയ്യുന്നൊക്കെ ഇന്ത്യക്കാരില്ലേ? നമ്മുടെ തന്നെ എത്രയോ നമുക്ക് അറിയുന്ന ആൾക്കാരുണ്ട് അല്ലെ? അപ്പൊ പുറത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ ഇന്ത്യക്കാര്, ഓക്കെ, ഇവിടെ വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യൻസ്, ഓക്കെ, അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? അവർക്കൊരു ഇൻകം കിട്ടുന്നുണ്ടല്ലോ, അല്ലെ? ആ ഇൻകത്തിനോട് എന്ത് മൈനസ് ചെയ്യണം? ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന വിദേശികളില്ലേ, ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന സായിപ്പുമാരൊക്കെ ഇല്ലേ? നമ്മൾ നേരത്തെ ഒരു സായിപ്പിന്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ? അപ്പൊ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന വിദേശികൾ, ഓക്കെ, അവർക്ക് കിട്ടുന്ന വരുമാനം. ഈ രണ്ട് വരുമാനങ്ങളെ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരട്ടെ? എക്സാമ്പിളും കൂടി വെച്ച് പറഞ്ഞുതരാം. ഞാനിപ്പം യു കെയിൽ പോയി. ഓക്കെ, യു കെയിൽ എനിക്ക് 1000 രൂപയാണ് വരുമാനം. ഓക്കെ, യു കെയിൽ 1000 രൂപയാണ് വരുമാനം. ഇനി ഒരു സായിപ്പ് ഇന്ത്യയിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ജോലി ചെയ്യണു. അദ്ദേഹത്തിന്റെ വരുമാനം എന്ന് പറയുന്നത് 500 രൂപയാണ്. അപ്പം യു കെയിലുള്ള എന്റെ വരുമാനം, എന്റെ വരുമാനം എന്ന് പറയുന്നത് എത്രയാണ്? 1000 രൂപയും സായിപ്പിന് ഇന്ത്യയിലുള്ള വരുമാനം എന്ന് പറയുന്നത് 500 രൂപയാണ്. ഈ രണ്ട് വരുമാനങ്ങൾ കൂടി കൊണ്ട് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായി? 1000 മൈനസ് 500, ബാക്കി 500 ഉണ്ടല്ലേ? ഈ 500നെയാണ് എന്തെന്ന് വിളിക്കുന്നത്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. സോ ഈ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡിനെ GDP-യിൽ നിന്നും മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? GNP കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതും കൂടി ഒന്ന് പഠിച്ചിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങളിലോട്ടേക്ക് പോകാം. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത് റിയൽ GDP-നെ പറ്റിയിട്ടും നോമിനൽ GDP-നെ പറ്റിയിട്ടുമാണ്. എന്താണ് റിയൽ GDP? എന്താണ് നോമിനൽ GDP? അതായത് നാമമാത്രമായിട്ടുള്ള GDP-യും യഥാർത്ഥ GDP-യും എന്താണെന്ന് നോക്കിയാലോ? ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരട്ടെ? 2025, ഓക്കെ, 2026, ഇങ്ങനെ 2 വർഷങ്ങളാണ് ഉള്ളത്. ഞാനൊരു ഫാർമറാണ് കേട്ടോ. ഓക്കെ, ഞാനൊരു ഫാർമറാണ്.
അപ്പം ഞാൻ 2025 എക്കോണമിയിൽ ഞാൻ മാത്രമേ ഉള്ളെന്ന് വിചാരിക്കുക. എക്കോണമിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ 2025 ഞാൻ എന്ത് ചെയ്യാണ്? ഈ എക്കോണമിയിൽ ഞാനൊരു 10 കിലോ ആപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യാണെന്ന് വിചാരിക്കാം. ഓക്കെ, 10 കിലോ ആപ്പിൾ 2025 ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു. ഞാൻ മാത്രമേ എക്കോണമിയിലുള്ളൂ. ഞാൻ എന്ത് ചെയ്തു? 10 കിലോ ആപ്പിൾ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു. ആ 10 കിലോ ആപ്പിളിന് 1 കിലോ ആപ്പിളിന്റെ വില എന്ന് പറയുന്നത് 50 രൂപയാണ്. ഓക്കെ, 50 രൂപയാണ് 1 കിലോ ആപ്പിളിന്റെ വില. അപ്പം 2025 നാഷണൽ ഇൻകം എത്രയാ? 2025 നാഷണൽ ഇൻകം എത്രയാന്ന് വേഗം പറഞ്ഞേ. 5 രൂപ, 50 രൂപയാണ് ആ ഒരു കിലോ ആപ്പിളിന്റെ വില. 50 രൂപയാണ്. ഞാൻ ആ ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ടോട്ടൽ 10 കിലോയാണ്. അപ്പൊ ഇവിടുത്തെ നാഷണൽ ഇൻകം എത്രയാടാ? 10 × 50 500. 500 ആണല്ലോ. ഇനി 2026 ആയി. 2026 ഞാൻ വിചാരിച്ചു എന്തിനാ ഇപ്പൊ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 10 കിലോ മാത്രം പ്രൊഡ്യൂസ് ചെയ്താൽ മതി. എന്നിട്ട് ഞാൻ 2026 എന്താ ചെയ്തേക്കുന്നത്? 10 കിലോ തന്നെ പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, 10 കിലോ ആപ്പിൾ തന്നെയാണ് 2026 ഞാൻ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് എക്കോണമിയിൽ ഒരുപാട് കാരണങ്ങളുണ്ടല്ലോ. വിലക്കയറ്റമൊക്കെ കൂടുന്നത്, പ്രൈസ് കൂടാ അല്ലെ? പല കാരണങ്ങൾ കൊണ്ട് സാധനങ്ങളുടെ വില കൂടാം. നമ്മളിപ്പോ കാണുന്നുണ്ടല്ലോ, കറന്റ് സിറ്റുവേഷൻസിൽ നമ്മൾ ഓരോ സാധനങ്ങളുടെ വിലയൊക്കെ കൂടി നമ്മൾ കാണുന്നില്ലേ? എന്ന് പറഞ്ഞതുപോലെ ചില സിറ്റുവേഷൻസ് കാരണം എക്കോണമിയിൽ നമ്മുടെ ആപ്പിളിന്റെ വില അങ്ങോട്ട് കൂടിയെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ 2025 1 കിലോ ആപ്പിളിന് 50 രൂപയായിരുന്നു. 2026 ആയപ്പോ എന്തായി? 1 കിലോ ആപ്പിളിന്റെ വില 100 രൂപയായിട്ട് കൂടി. 50 രൂപ കൂടി അല്ലെ? 50 രൂപ കൂടി 100 രൂപയായിട്ട് കൂടി. ഇപ്പൊ എത്രയായിരിക്കും നാഷണൽ ഇൻകം എന്ന് പറയുന്നത്? 2026 നാഷണൽ ഇൻകം എത്രയാണ്? 2026 നാഷണൽ ഇൻകം എന്ന് പറയുന്നത് 10 × 100. 10 × 100 എന്ന് വെച്ചാൽ എത്രയാ? 1000. അപ്പൊ നാഷണൽ ഇൻകം എത്രയായി? 500-ൽ നിന്നും 1000-ത്തിലോട്ടേക്ക് എത്തി. ദാറ്റ് മീൻസ് നാഷണൽ ഇൻകം എന്തായിട്ടുണ്ട്? ഡബിൾ ആയിട്ടുണ്ട് അല്ലെ? ഡബിൾ ആയിട്ടുണ്ട്. അപ്പൊ പ്രൊഡക്ഷൻ കൂടിയിട്ടുണ്ടോ? പ്രൊഡക്ഷൻ ഒന്നും കൂടിയിട്ടില്ല. പക്ഷെ എന്താ സംഭവിച്ചേക്കുന്നത്? വില കൂടി. അങ്ങനെ വില കൂടുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു? വില കൂടിയത് കൊണ്ട് നാഷണൽ ഇൻകം എന്തായി? ഡബിൾ ആയി. അപ്പൊ ഈ ഒരു പ്രശ്നം, ഈ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിക്കുകയാണ്, ഓക്കെ, പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി കൂടുന്നില്ല അല്ലെ? ക്വാണ്ടിറ്റി കൂടുന്നില്ല, 10 കിലോയിൽ തന്നെ നിൽക്കുന്നു. പക്ഷെ പ്രൈസ് കൂടുവാണ്. അപ്പൊ അത് ശരിയല്ലല്ലോ. അതായത് ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുന്നില്ല, പ്രൈസ് കൂടുന്നു. അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഓക്കെ, ഇനി എന്ത് വന്നാലും വരുന്ന വർഷങ്ങളിലെല്ലാം ഞാനൊരു ഫിക്സഡ് പ്രൈസ് ഇടുവാണ്. ഇനിയിപ്പം ക്വാണ്ടിറ്റി കൂടിയാലും കുറഞ്ഞാലും പ്രൊഡക്ഷൻ കൂടിയാലും കുറഞ്ഞാലൊക്കെ എൻ്റെ ഈ ഫിക്സഡ് പ്രൈസ് ആണ്. ഈ ഫിക്സഡ് പ്രൈസിൽ ഞാൻ ഒരു ചേഞ്ചും വരുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ 2025 പ്രൈസിനെ അങ്ങോട്ട് ഫ്രീസ് ചെയ്യാണെന്ന് വിചാരിക്കുക. ഒരു മിനിറ്റ്. ഓക്കെ, 2025 പ്രൈസിനെ ഞാൻ അങ്ങോട്ട് ഫ്രീസ് ചെയ്യാണെന്ന് വിചാരിക്കുക കേട്ടോ. 2025 പ്രൈസ് എത്രയാടാ? 50 രൂപ. 1 കിലോ ആപ്പിളിന് 50 രൂപ. അപ്പൊ ഞാനിതങ്ങ് ഫ്രീസ് ചെയ്തു. എന്നിട്ട് ഞാൻ പറയാണ് 2025 പ്രൈസ് മാത്രമേ ഇനി വരുന്ന വർഷങ്ങളിൽ എല്ലാം ഞാൻ എടുക്കത്തുള്ളൂ. സാധനങ്ങളുടെ വിലയായിട്ട് ഇനി വരുന്ന വർഷങ്ങളിൽ മൊത്തം ഞാൻ ഈ 2025 പ്രൈസ് മാത്രമേ എടുക്കുള്ളൂ. സോ 2027 വന്നാലും ഞാൻ എടുക്കുന്ന പ്രൈസ് 50 രൂപയായിരിക്കും. 2028 വന്നാലും ഞാൻ എടുക്കുന്ന പ്രൈസ് 50 രൂപയായിരിക്കും. 2029 വന്നാലും ഞാൻ എടുക്കുന്ന പ്രൈസ് 50 രൂപയായിരിക്കും. 2030 വന്നാലും ഞാൻ എടുക്കുന്ന പ്രൈസ് 50 രൂപയായിരിക്കും. ബിക്കോസ് ഐ ഫ്രീസ് ദിസ്. ഈ ഒരു 2025 പ്രൈസ് ഞാൻ എന്ത് ചെയ്തിട്ടു? ഫ്രീസ് ചെയ്തേക്കുന്നു. ഇതിനെയാണ് നമ്മൾ റിയൽ GDP എന്ന് വിളിക്കുന്നത്. എന്താ ഒന്നുകൂടി പറഞ്ഞേട്ടെ. അതായത് നമ്മൾ ഈ ഒരു ഫിക്സഡ് ആക്കി, നമ്മൾ ഈ ഒരു 2025 പ്രൈസ് ഫിക്സഡ് ആക്കിയില്ലേ? അങ്ങനെ ഫിക്സഡ് ആക്കിയ റേറ്റിൽ, ഫിക്സഡ് ആക്കിയ പ്രൈസിലാണ് നമ്മൾ, ഫിക്സഡ് ആക്കിയ വർഷത്തെ പ്രൈസിലാണ് നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ, മനസ്സിലാവുന്നുണ്ടോ? 2025 നമ്മൾ 50 രൂപ ഫിക്സ് ആക്കി. ഇനി വരുന്ന വർഷങ്ങളിലൊക്കെ നമ്മൾ 50 രൂപയെ കാൽക്കുലേറ്റ് ചെയ്തുള്ളൂ. അപ്പൊ സ്ഥിരമായിട്ട് നമ്മൾ അവിടെ ഒരു ഫിക്സഡ് എമൗണ്ട് വെച്ചേക്കുകയാണ്. അപ്പൊ ആ സ്ഥിരമായിട്ടുള്ള പ്രൈസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? അതിനെ നമുക്ക് റിയൽ GDP എന്ന് വിളിക്കാം. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഞാൻ ഇങ്ങനത്തെ റേറ്റും കാര്യങ്ങളൊന്നും നോക്കണില്ല, ഞാൻ ഫ്രീസ് ചെയ്ത കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ഓരോ വർഷം വരുന്നത് എന്താണോ, 2026 പ്രൈസ് എന്താണോ അത്, 2027 പ്രൈസ് എന്താണോ അതെടുക്കുന്നു, 2028 പ്രൈസ് എന്താണോ അതെടുക്കുന്നു. അങ്ങനെ ഒരു പ്രൈസിൽ, അതായത് ആ ഒരു കറന്റ് വർഷത്തില് ഏത് പ്രൈസ് ആണോ വരുന്നത് ആ പ്രൈസ് എടുത്തുകൊണ്ടാണ് ഞാൻ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? നോമിനൽ GDP അഥവാ നാമമാത്രമായിട്ടുള്ള GDP എന്ന് വിളിക്കും. ഇതാണ് GDP, റിയൽ GDP ആൻഡ് നോമിനൽ GDP എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ റിയൽ GDPയിൽ നമ്മൾ എടുക്കുന്ന വർഷമുണ്ടല്ലോ,
അതായത് നമ്മൾ ഈ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ റിയൽ ജി ഡി പി ആയിട്ട് എടുത്തിരിക്കുന്ന വർഷം ഏതാണ്? 2025 പ്രൈസിനെയാണ് നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ ഈ 2025 ഇവിടുത്തെ ഈ ഒരു എക്സാമ്പിളിലെ ബേസ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബേസ് ഇയർ എന്താണെന്ന് മനസ്സിലായോ? അതായത് റിയൽ ജി ഡി പി നമ്മൾ ഏത് വർഷത്തെ വിലയുടെ അടിസ്ഥാനത്തിലാണോ നമ്മൾ റിയൽ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ആ വർഷത്തെ നമ്മൾ എന്തെന്ന് വിളിക്കും? ബേസ് ഇയർ എന്ന് വിളിക്കുന്നു. സോ നിലവിലെ ബേസ് ഇയർ എത്രയാണ്? നിലവിലെ ബേസ് ഇയർ എന്ന് പറയുന്നത് ഇപ്പൊ ഫെബ്രുവരിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഫെബ്രുവരി 2026 റിവൈസ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഫെബ്രുവരി 2026 റിവൈസ് ചെയ്തിട്ടുണ്ട്. സോ 2026 ഫെബ്രുവരിയിലെ ബേസ് ഇയർ എന്ന് പറയുന്നത് എത്രയാണ്? 2022-23 ആണെന്നും കൂടി മനസ്സിലാക്കി വെക്കാം. 2022-23 ആണ്. റിവൈസ് ചെയ്തിരിക്കുന്ന നമ്മുടെ ബേസ് ഇയർ എന്ന് പറയുന്നത് 2022-23 ആണ്. അതിന് മുന്നേ വരെ ഉണ്ടായിരുന്ന ബേസ് ഇയർ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 2011-12 ആയിരുന്നു. അപ്പൊ ഇത് രണ്ടും പഠിച്ചു വെക്കുക. എക്സാമിന് ഏതാണോ വരുന്നത് അതിനനുസരിച്ച് ഓപ്ഷൻ കൊടുക്കുക. ഇനിയിപ്പോ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ 2011-12 ആയിരിക്കും ചോദിക്കുന്നത്. സോ 2011-12ഉം അതുപോലെ തന്നെ 2022-23 നോക്കുക കേട്ടോ. എന്നിട്ട് ഓപ്ഷൻസ് അനുസരിച്ച് നിങ്ങൾ ആൻസർ ചെയ്യുക. ഓക്കെ, ഇപ്പോഴത്തെ നിലവിലത് ഏതാണ്? നിലവിലത് 2022-23 ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ തന്നെ ഒരു ടേമും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് ജി ഡി പി ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ജി ഡി പി ഡിഫ്ലേറ്റർ എന്ന് നോക്കിയാലോ? ജി ഡി പി ഡിഫ്ലേറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ പഠിച്ച റിയൽ ജി ഡി പി ഉണ്ടല്ലോ. ഓക്കെ, നമ്മളിപ്പോ പഠിച്ച നോമിനൽ ജി ഡി പിയിൽ നിന്നും റിയൽ ജി ഡി പി ഡിവൈഡ് ചെയ്തിട്ട് അതിനെ 100 കൊണ്ട് ഇൻഡു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 100 കൊണ്ട് ഇൻഡു ചെയ്താൽ നമുക്ക് നമ്മുടെ എന്ത് കിട്ടും? ജി ഡി പി ഡിഫ്ലേറ്റർ കിട്ടും. എന്തിനാണ് ഈ ജി ഡി പി ഡിഫ്ലേറ്റർ കണക്കാക്കുന്നതെന്ന് അറിയോ? ആ എക്കോണമിയിലെ ഒരു വർഷത്തെ ഇൻഫ്ലേഷൻ, ഓക്കെ, ആ ഒരു എക്കോണമിയിലെ ഇൻഫ്ലേഷൻ എത്രയാണെന്ന് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് എത്ര വിലക്കയറ്റം ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നോമിനൽ ജി ഡി പിയിൽ നിന്നും റിയൽ ജി ഡി പിയിലോട്ടേക്ക് വരുന്ന സമയത്ത് എത്രത്തോളം എന്താ പറയാ, അതായത് ബേസ് ഇയറിൽ നിന്നും നിലവിലെ വർഷത്തിന്റെ വിലകൾ തമ്മിൽ എത്ര വ്യത്യാസം വന്നെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് എത്രത്തോളം വില കയറിയിട്ടുണ്ട്, ഇൻഫ്ലേഷൻ എത്രയുണ്ടെന്ന് അളക്കുന്ന ഒരു ടൂളാണ് എന്തെന്ന് പറയുന്നത്? ജി ഡി പി ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതും കൂടി മനസ്സിലാക്കി വെക്കുക. നമ്മൾ നാഷണൽ ഇൻകത്തെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ നാഷണൽ ഇൻകം എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ നാഷണൽ ഇൻകത്തിൽ ഉൾപ്പെടാത്ത ഇനങ്ങളും കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. ഒന്ന് റെമിറ്റൻസ് ആണ്. എന്താണ് റെമിറ്റൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ മറ്റു രാജ്യങ്ങളിലുള്ള നമ്മുടെ ആളുകൾ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടേക്ക് നമുക്ക് പണം അയക്കുന്നതിനൊക്കെ എന്താണ് റെമിറ്റൻസ് എന്ന് വിളിക്കും അല്ലെ? അപ്പൊ ഈ റെമിറ്റൻസ് എന്തിലും ഉൾപ്പെടുത്തുന്നില്ല? നാഷണൽ ഇൻകത്തിൽ ഉൾപ്പെടുത്തുന്നില്ല, അതിൽ കാൽക്കുലേറ്റ് ചെയ്യണില്ല. അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഓഫ് പേയ്മെന്റ്സ് എന്ത് ചെയ്യുന്നില്ല? കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ റീസെയിൽസ്, അതായത് നമ്മളൊരു സാധനം വാങ്ങിക്കുന്നു. റീസെയിൽ എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, ഞാനിപ്പോ ഒരു കാർ എടുത്തു. ഓക്കെ, ഞാൻ 2021 ഒരു കാർ എടുത്തു. ആ കാർ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 10 ലക്ഷം രൂപയ്ക്കാന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു 10 ലക്ഷം രൂപയ്ക്കാന്ന് വിചാരിക്കാം. 2025 ആയപ്പം ഞാന് ഈ കാർ എന്ത് ചെയ്യാണ്? ഈ കാറ് മറിച്ചു വെക്കുവാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ കാറ് മറിച്ചു വെക്കുവാണ്, റീസെയിൽ ചെയ്യാണെന്ന് വിചാരിക്കാം. അപ്പം ഈ കാറ് റീസെയിൽ ചെയ്യുന്നത് ഒരു 15 ലക്ഷം രൂപയ്ക്കാണെന്ന് വിചാരിക്കാം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ കാറ് 15 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ പറ്റുമോ എന്നൊക്കെ. ലോജിക്കല്ല, എക്സാമ്പിൾ മനസ്സിലാക്കുക കേട്ടോ. എക്സാമ്പിൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കാറ് വാങ്ങിയിട്ട് നമ്മൾ 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ കാർ നമ്മൾ 2025 15 ലക്ഷം രൂപയ്ക്ക് മറിച്ചു വിറ്റെന്ന് കരുതുക, റീസെയിൽ നടത്തിയെന്ന് കരുതുക. സോ ഇവിടെ എത്രയുണ്ട് ഡിഫറൻസ്? ഇവിടെ ഡിഫറൻസ് എത്രയാ? 5 ലക്ഷം രൂപ ഡിഫറൻസ് ഉണ്ട് അല്ലെ? ഈ 5 ലക്ഷം രൂപ എന്ത് ചെയ്യത്തില്ല? ഈ ഒരു 5 ലക്ഷം രൂപ നമ്മുടെ 2025 ജി ഡി പിയിൽ ഇൻക്ലൂഡ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ നാഷണൽ ഇൻകത്തിൽ കാൽക്കുലേറ്റ് ചെയ്യില്ല. അത് മനസ്സിലാക്കി വെക്കുക. അതായത് നമ്മൾ ഓൾറെഡി ഉപയോഗിച്ച ഒരു സാധനം റീസെയിൽ ചെയ്യുകയാണെങ്കിൽ അത് എന്ത് ചെയ്യണില്ല? നമ്മുടെ ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുത്തുന്നില്ല എന്ന് മനസ്സിലാക്കി വെക്കുക. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഈ റീസെയിൽ ചെയ്യാൻ നേരത്ത് നമ്മളൊരു ബ്രോക്കറിനെ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഒരു ബ്രോക്കർ വഴിയാണ് നമ്മളിത് റീസെയിൽ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ബ്രോക്കർ വെറുതെ റീസെയിൽ ചെയ്യില്ലല്ലോ. ബ്രോക്കർക്ക് എന്ത് കൊടുക്കണം? ബ്രോക്കർക്ക് കമ്മീഷൻ കൊടുക്കണം അല്ലെ? അപ്പൊ ബ്രോക്കറിന്റെ കമ്മീഷൻ ഇല്ലേ, ഈ ബ്രോക്കറിന്റെ കമ്മീഷൻ എന്തിൽ ഉൾപ്പെടും? ബ്രോക്കറിന്റെ കമ്മീഷൻ നമ്മുടെ നാഷണൽ ഇൻകത്തിൽ ഉൾപ്പെടും. പക്ഷെ റീസെയിൽ ഓഫ് ആ ഒരു സാധനം റീസെയിൽ ചെയ്യുന്നത് എന്ത് ചെയ്യില്ല, ഇതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തില്ല. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക.
പിന്നെ അനധികൃതമായിട്ടുള്ള കച്ചവടങ്ങളൊക്കെ ഉണ്ടല്ലോ, അനധികൃതമായിട്ടുള്ള കച്ചവടം ഒന്നും ഈ ഒരു ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടാത്ത കാര്യങ്ങളാണ്. അതുപോലെ തന്നെ വിൻഫോൾ ഗെയിൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ. ഫോർ എക്സാമ്പിൾ ലോട്ടറി അടിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ ഗാംബ്ലിംഗ് നടത്തുന്നു, ഇതൊന്നും എന്തിൽ വരുന്നില്ല, ഇതൊന്നും ഈ ഒരു നാഷണൽ ഇൻകത്തിൽ ഉൾപ്പെടുന്നില്ല എന്നും കൂടി മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ എഴുതിയേക്കുന്ന ഈ പോയിന്റ്സ് മൊത്തം ഇമ്പോർട്ടന്റ് ആണ്. ചോദ്യം വരും, സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുമുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോപ്പർ ആയിട്ട് പഠിച്ചു പോവാം. ഓക്കെ, സോ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് ടേംസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു സാധനത്തിലേക്ക്, അടുത്ത കുറച്ച് ടേംസുകളിലോട്ടേക്ക് നമ്മൾ പോവുകയാണ്. അതിലോട്ടേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ പഠിച്ചു വെക്കേണ്ട 2 ടേമുകളാണ് ഫാക്ടർ കോസ്റ്റ് ആൻഡ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫാക്ടർ കോസ്റ്റ് ആൻഡ് മാർക്കറ്റ് പ്രൈസ് പഠിക്കുന്നതിന്റെ മുന്നേ നമ്മൾ പഠിക്കേണ്ട ഒരു സാധനമാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താടാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ? അതായത് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ അല്ലെ, പ്രൊഡക്ഷൻ നടത്താൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ലാൻഡ് അല്ലെ, പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ എന്ത് വേണം? ലാൻഡ് വേണം, അഥവാ ഭൂമി വേണം. പിന്നെ എന്താ വേണ്ടേ? ലാൻഡ് കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം? ലേബർ വേണം അല്ലെ, ലേബർ അല്ലെങ്കിൽ തൊഴിലാളികൾ വേണം. പിന്നെ എന്താ വേണ്ടേ? ക്യാപിറ്റൽ വേണം അല്ലെ, ക്യാപിറ്റൽ അഥവാ മൂലധനം വേണം, മൂലധനം വേണം. ദെൻ എന്ത് വേണം അടുത്തതായിട്ട്? അടുത്തത് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർഷിപ്പ് ഉണ്ടാവണം, അല്ലെങ്കിൽ എന്തുണ്ടാവണം? ഒരു സംഘാടനം ഉണ്ടാവണം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. എടാ ഇപ്പൊ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ലാൻഡ് ആരെങ്കിലും വെറുതെ തരുവോ? ലേബേഴ്സ് വെറുതെ വന്ന് നമുക്ക് പണിയെടുക്കുവോ? അല്ലെങ്കിൽ ക്യാപിറ്റൽ നമുക്ക് വെറുതെ കിട്ടുവോ? ഇല്ല. ഇതിനൊക്കെ എന്തുണ്ട്? റിവാർഡ്സ് ഉണ്ട് അല്ലെ, ഇതിനൊക്കെ റീപേയ്മെന്റ് കൊടുക്കണം. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അതായത് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വരുന്ന ചെലവുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫാക്ടേഴ്സ് ഓഫ് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടർ കോസ്റ്റ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഇവരുടെ റീപേയ്മെന്റുകൾ എന്തൊക്കെയാന്ന് നോക്കിയാലോ? ഇവരുടെ റീപേയ്മെന്റുകൾ എന്തൊക്കെയാണ്? ലാൻഡിന് കൊടുക്കുന്ന റീപേയ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ലാൻഡിന് കൊടുക്കുന്ന റിവാർഡ് ആണ് എന്തെന്ന് പറയുന്നത്? ലാൻഡിന് കൊടുക്കുന്ന റിവാർഡ് ആണ് റെന്റ്. ഓക്കെ, ഭൂമിക്ക് എന്ത് കൊടുക്കണം? പാട്ടം കൊടുക്കണം. ലേബറിന് എന്ത് കൊടുക്കും? നമ്മള് വേജ് കൊടുക്കും, കൂലി കൊടുക്കും. ക്യാപിറ്റലിന് എന്നാ കിട്ടുക? ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കിട്ടും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു ഓർഗനൈസേഷന് കിട്ടുന്നത് എന്താ? ഓർഗനൈസേഷന് കിട്ടുന്ന റീപേയ്മെന്റ് ആണ്, റിവാർഡ് ആണ് ഇതെന്ന് പറയുന്നത് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഫാക്ടേഴ്സ് ഓഫ് പേയ്മെന്റ്സ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് കിട്ടുന്ന ഫാക്ടേഴ്സ് ഓഫ് പേയ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഈ ഒരു ഫാക്ടേഴ്സ് ഓഫ് പേയ്മെന്റ്സ് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. അതായത് ആദ്യം ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു ടേം ആണ് ഘടക ചെലവ് അല്ലെങ്കിൽ ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരു സാധനമോ അല്ലെങ്കിൽ ഒരു ഗുഡോ ഒരു സർവീസോ എന്തെങ്കിലുമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന എല്ലാ ഘടകങ്ങളുടെയും ആകെ വരുന്ന ചെലവ്, അതായത് റെന്റും. അപ്പൊ ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ റെന്റ്, വേജ്, ഇൻട്രസ്റ്റ് ഇതെല്ലാം കൂടി കൂട്ടുന്ന ടോട്ടൽ ഇല്ലേ, ഇതെല്ലാം കൂടി കൂട്ടുന്ന ടോട്ടലിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അതിനെയാണ് നമ്മൾ ഫാക്ടർ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ടോട്ടൽ ചെലവിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഫാക്ടർ കോസ്റ്റ് എന്ന് വിളിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ഒരു മാർക്കറ്റ് പ്രൈസ് എന്ന് നോക്കിയാലോ? ഒരു മാർക്കറ്റ് പ്രൈസ് എന്താണ്? അതായത് ഒരു സാധനം ഒരാള് വിൽപ്പനക്കാരൻ, അതായത് അത് സെല്ല് ചെയ്യുന്ന ആളിൽ നിന്ന് വാങ്ങുവാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു സെല്ല് ചെയ്യുന്ന ആളിൽ നിന്ന് ഒരു കൺസ്യൂമർ എന്ത് ചെയ്യാണ്? ആ ഒരു സാധനം വാങ്ങുകയാണെന്ന് വിചാരിക്കാം. ഇങ്ങനെ നമ്മുടെ കൺസ്യൂമർ വാങ്ങുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റിന് ഉള്ള വിലയുണ്ടല്ലോ, ആ ഒരു പ്രൊഡക്റ്റിന്റെ വിലയില്ലേ, ആ ഒരു പ്രൊഡക്റ്റിന്റെ വിലേനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആ പ്രൊഡക്റ്റിന്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ കടയിൽ പോയി സാധനം വാങ്ങുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റിന് ഉണ്ടാകുന്ന വിലയില്ലേ, ആ വിലേനെയാണ് മാർക്കറ്റ് പ്രൈസ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ അതിന്റെ മലയാളം വേർഡ് എന്താ? വിപണി വില. ഓക്കെ, ഈ വിപണി വില എന്ന് പറയുമ്പോൾ ആ വിപണി വിലയിൽ എന്തൊക്കെ കുറയ്ക്കും? സബ്സിഡിയും നികുതിയും കുറയ്ക്കും. ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. ഞാൻ ഒരു ദോശ വിൽക്കുന്ന ആളാണ്. എക്സാമ്പിൾ പറയുകയാണെ, ഞാനൊരു ദോശ വിൽക്കുന്ന ആളാണ്. അപ്പം ഞാൻ 10 രൂപയ്ക്കാണ് ദോശ വിൽക്കുന്നതെന്ന് കരുതുക. അപ്പൊ എന്നോട് ഗവൺമെന്റ് പറയാണ്, നീ എന്ത് ചെയ്യണം?
2 രൂപ ടാക്സ് ആയിട്ട് തരണം. ഗവൺമെന്റ് എന്ത് പറയാണ്, നീ വിൽക്കുന്ന ഓരോ ദോശയ്ക്കും 2 രൂപ ടാക്സ് ആക്കി തരണം എന്ന് പറയുന്നു. അപ്പൊ ഞാൻ ഒരു ദോശ 10 രൂപയ്ക്കാണ് വിൽക്കുന്നത്. സോ ഗവൺമെന്റ് എന്നോട് പറഞ്ഞു 2 രൂപ ടാക്സ് അടയ്ക്കണം എന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഈ 10 രൂപയുടെ ദോശ എത്ര രൂപയായിട്ട് വിൽക്കും? 12 രൂപയ്ക്ക് വിൽക്കും അല്ലേ? എന്നാലല്ലേ എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവത്തുള്ളൂ. കാരണം 2 രൂപ ഗവൺമെന്റിന് കൊടുക്കണല്ലോ. സോ ഞാൻ എന്ത് ചെയ്തു? 12 രൂപയ്ക്ക് ദോശ വിറ്റു. ഇനി ഇതേ ഞാന് 10 രൂപയ്ക്ക് ദോശ വിറ്റു. ദോശ വിറ്റപ്പോ ഗവൺമെന്റ് എന്നോട് പറഞ്ഞു, നീ ഇങ്ങോട്ടൊന്നും തരണ്ട, ഞാൻ അങ്ങോട്ട് തരാം, നിനക്ക് എന്ത് ചെയ്യാം, സബ്സിഡി തരാം, നിനക്ക് സബ്സിഡി ആയിട്ട് 2 രൂപ തരാന്ന് പറഞ്ഞു. ഓക്കെ, സബ്സിഡി ആയിട്ട് 2 രൂപ തരാന്ന് പറഞ്ഞു. അപ്പം ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യാണ്, ഗവൺമെന്റ് എനിക്ക് സബ്സിഡി ആയിട്ട് 2 രൂപ തരുവാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ ഈ ദോശ എത്ര രൂപയ്ക്ക് വിൽക്കും? 8 രൂപയ്ക്ക് വിൽക്കും. കാരണം എന്താ, എനിക്ക് 2 രൂപ അവിടെ സബ്സിഡി ആയിട്ട് കിട്ടി. ഓക്കെ, സബ്സിഡി ആയിട്ട് കിട്ടി. സോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ 2 രൂപ ടാക്സ് ആയിട്ട് ഗവൺമെന്റ് തരാന്ന് പറഞ്ഞപ്പോൾ ഞാൻ 12 രൂപയ്ക്ക് വിറ്റു. സബ്സിഡി ആയിട്ട് 8 രൂപ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ സബ്സിഡി ആയിട്ട് 2 രൂപ ഇങ്ങോട്ട് തരാന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആ ഒരു ദോശ 8 രൂപയ്ക്ക് വിറ്റു. സോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ മാർക്കറ്റ് പ്രൈസ് എങ്ങനെയാ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ രണ്ടും കൂടി നമ്മളങ്ങ് മൈനസ് ചെയ്യും. ഓക്കെ, അപ്പൊ മാർക്കറ്റ് പ്രൈസ് എങ്ങനെയാ കാണുന്നത്? മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു നമ്മൾ ആദ്യം കണ്ടുപിടിച്ച സാധനമില്ലേ, ഫാക്ടർ കോസ്റ്റ് അല്ലെ. ഫാക്ടർ കോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ റെന്റും വേജും ഇൻട്രസ്റ്റും എല്ലാം കൂടി കൂട്ടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫാക്ടർ കോസ്റ്റ്. ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ ചെലവിനെയും നമ്മൾ ഫാക്ടർ കോസ്റ്റ് എന്ന് വിളിക്കുന്നു. ഈ ഫാക്ടർ കോസ്റ്റിനോടുണ്ടല്ലോ, ഈ ഫാക്ടർ കോസ്റ്റിനോട് ഇപ്പൊ നമ്മൾ പറഞ്ഞ നികുതി, ഓക്കെ, നികുതി കുറയ്ക്കുന്നു. ഓക്കെ, ഫാക്ടർ കോസ്റ്റിനോട് നികുതി കൂട്ടിയിട്ട് അതിനോട് എന്ത് ചെയ്യും? അതിനോട് സബ്സിഡി കുറയ്ക്കും. ഓക്കെ, ഫാക്ടർ കോസ്റ്റിനോട് നികുതി കൂട്ടിയിട്ട് സബ്സിഡി കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സബ്സിഡി എന്ന് വെച്ചാൽ എന്താ? ഗവൺമെന്റ് ഇങ്ങോട്ടേക്ക് തരും. നമ്മൾ ദോശയുടെ എക്സാമ്പിൾ പറഞ്ഞല്ലോ, അത്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മാർക്കറ്റ് പ്രൈസ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയാം, ഇവിടെ നമുക്ക് ഫാക്ടർ കോസ്റ്റ്, ഒരു എക്സാമ്പിൾ പറയട്ടെ, ഫാക്ടർ കോസ്റ്റ് ഒരു 20 രൂപയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഫാക്ടർ കോസ്റ്റ് 20 രൂപയാണെന്ന് വിചാരിക്കുക. നമ്മൾ ദോശ വിറ്റല്ലോ, ദോശ വിറ്റപ്പോൾ ടാക്സ് എത്രയാ പറഞ്ഞത്? 2 രൂപയാണ് പറഞ്ഞത്. സബ്സിഡി എത്രയാ പറഞ്ഞത്? സബ്സിഡി നമുക്ക് 2 രൂപയാണ് പറഞ്ഞത്. സോ ഇത് അതായത് ഈ ഫാക്ടർ കോസ്റ്റിനോട് മറ്റേത് രണ്ടും ടാക്സും സബ്സിഡിയും മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നമ്മുടെ മാർക്കറ്റ് പ്രൈസ് കിട്ടും. അപ്പൊ എങ്ങനെയാണ് മാർക്കറ്റ് പ്രൈസ് കാണുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നിങ്ങൾ ഇവിടെ വേറൊരു കാര്യം കൂടി പഠിച്ചു വെക്കണം. ഈ ടാക്സിനോട് സബ്സിഡി കുറയ്ക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ടാക്സിനോട് സബ്സിഡി കുറയ്ക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന, അതായത് ഈ ടാക്സിനോട് സബ്സിഡി കുറയ്ക്കുന്നതിനെ നമുക്ക് ഒരു ടേം ഇട്ട് വിളിക്കാം. അതിനെ വിളിക്കുന്ന പേരാണ് അറ്റ പരോക്ഷ നികുതി എന്ന് പറയുന്നത്. ഓക്കെ, അറ്റ പരോക്ഷ നികുതി, അതായത് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ, സോ അത്രയാണ് വിപണി വിലയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഉള്ളത്. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്താണ്, NNP എന്താണ്, NDP എന്താണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? NNP എന്താണെന്ന് നോക്കാം. NNPയുടെ ഫുൾ ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്നാണ്. അഥവാ നമുക്കതിനെ മലയാളത്തിൽ എന്തെന്ന് വിളിക്കാം? മലയാളത്തിൽ അതിനെ അറ്റ ദേശീയ വരുമാനം എന്ന് വിളിക്കാം. ഓക്കെ, സോറി, എന്തോ ഒരു എറർ വന്നു. ഓക്കെ, അറ്റ ദേശീയ വരുമാനം എന്ന് വിളിക്കാം. അറ്റ ദേശീയ വരുമാനമല്ല, അറ്റ ദേശീയ ഉൽപ്പന്നം കേട്ടോ. അറ്റ ദേശീയ വരുമാനമല്ല, അറ്റ ദേശീയ ഉൽപ്പന്നം. ഓക്കെ, ഈ അറ്റ ദേശീയ ഉൽപ്പന്നത്തിനെയാണ് നമ്മൾ എന്തായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നാഷണൽ ഇൻകം ആയിട്ട് കാൽക്കുലേറ്റ്. അപ്പൊ ഇന്ത്യയുടെ ഒഫീഷ്യൽ നാഷണൽ ഇൻകം എന്താണെന്ന് ചോദിച്ചാൽ അറ്റ ദേശീയ ഉൽപ്പന്നം, ഫാക്ടർ കോസ്റ്റ് നമ്മൾ കാണുന്ന അറ്റ ദേശീയ ഉൽപ്പന്നത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇന്ത്യയുടെ നാഷണൽ ഇൻകം എന്ന് വിളിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പഠിച്ചു വെക്കണം, ഇപ്പൊ തന്നെ പഠിച്ചു വെക്കണം. ഇന്ത്യയുടെ ഒഫീഷ്യൽ നാഷണൽ ഇൻകം ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് എന്തിനെയാണ്? NNP-നെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ NNP എന്താണെന്ന് പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേം ആണ് ഡിപ്രീസിയേഷൻ. ഓക്കെ, ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ തേയ്മാന ചെലവ് എന്നൊക്കെ പറയും. എന്താണ് ഡിപ്രീസിയേഷൻ അഥവാ തേയ്മാനം എന്ന് പറയുന്നത്? ഡിപ്രീസിയേഷൻ എന്താണെന്ന് പറയാൻ പറ്റുമോ? ഡിപ്രീസിയേഷൻ എന്താണ്? ഡിപ്രീസിയേഷൻ എന്താണെന്ന് ആലോചിച്ചാൽ, നമ്മളൊരു സാധനം വാങ്ങിക്കുന്നു. നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ എന്നും ആ സാധനം ഒരുപോലെ ഇരിക്കുമോ? ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാനൊരു ഫാൻ വാങ്ങിച്ചു.
ഈ ഫാൻ എന്നും അതേപോലെ ഇരിക്കുവോ? ഫാൻ വേണ്ട, കാറ് വാങ്ങി. ഞാനൊരു കാറ് വാങ്ങിച്ചു. ഈ കാർ ഉണ്ടല്ലോ, ഒരു 10 വർഷം അത് നമ്മൾ ഒരു 2020 ഞാൻ കാറ് വാങ്ങിച്ചതെന്ന് വിചാരിക്കുക. 2030 വരെയും കാർ അതുപോലെ ഇരിക്കുവോ? ഇല്ല. കാറിന് എന്താവശ്യമുണ്ട്? കാറിന് കാലത്തിനനുസരിച്ച് അല്ല, കാലം കഴിയുന്നതനുസരിച്ച് കാറിന് മാറ്റങ്ങൾ, അതായത് വിയർ ആൻഡ് ടിയർ സംഭവിക്കും അല്ലെ, തേയ്മാനം സംഭവിക്കും. അതിന് എന്താവശ്യമായിട്ട് വരും? മെയിന്റനൻസ് ആവശ്യമായിട്ട് വരും. സോ കാറിന് വേണ്ട ആ മെയിന്റനൻസ് ഓരോ കാലം കഴിയുന്നതനുസരിച്ച് കാറിന് വിയർ ആൻഡ് ടിയർ സംഭവിക്കുന്നു. സോ അതിന് നമുക്ക് എന്ത് ചെയ്യണം? മെയിന്റനൻസ് ആവശ്യമായിട്ട് വരും. സോ ആ വിയർ ആൻഡ് ടിയർ സംഭവിക്കുന്നതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കാം. ഇനി ഇതിനിപ്പോ കാറിന് എന്തെങ്കിലും എഞ്ചിൻ പണി ആവശ്യം വരുന്നു, അല്ലെങ്കിൽ കാറിന് എന്തെങ്കിലും മറ്റു പണികൾ ആവശ്യമായിട്ട് വരുമ്പോൾ അതിന് വരുന്ന കോസ്റ്റ്, അതിന് വരുന്ന ചെലവിനെ നമ്മൾ ഡിപ്രീസിയേഷൻ കോസ്റ്റ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പം അത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ എന്താണ് നമുക്ക് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് നോക്കാം. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച GNP ഇല്ലേ, GNP-നോട് എന്ത് കുറയ്ക്കും? നമ്മൾ ഇപ്പൊ പഠിച്ച ഡിപ്രീസിയേഷൻ കോസ്റ്റ് കുറയ്ക്കും. GNP-യോട് ഡിപ്രീസിയേഷൻ കോസ്റ്റ് കുറച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് കിട്ടുമെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ GNP-നോട് GNP മൈനസ് ഡിപ്രീസിയേഷൻ കോസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. ഇനി ഈ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് നമ്മൾ എങ്ങനെയാണ് നാഷണൽ ഇൻകത്തിൽ നമ്മൾ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് നമ്മൾ ഒഫീഷ്യലി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫാക്ടർ കോസ്റ്റിലാണ് അല്ലെ. ഫാക്ടർ കോസ്റ്റ് ഞാൻ എന്താണെന്ന് പറഞ്ഞു തന്നല്ലോ നേരത്തെ, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചില്ലേ എന്താണ് ഫാക്ടർ കോസ്റ്റ് എന്ന്. അപ്പൊ ഇന്ത്യയിൽ ദേശീയ വരുമാനമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റിനെയാണ്. അതായത് ഘടക ചെലവിലുള്ള അറ്റ ദേശീയ ഉൽപ്പന്നത്തിനെയാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്? ദേശീയ വരുമാനമായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് കാണുന്നതെന്ന് നോക്കിയാലോ. അതായത് NNPയുടെ മാർക്കറ്റ് പ്രൈസ് ഇല്ലേ, NNPയുടെ മാർക്കറ്റ് പ്രൈസിനോട് എന്ത് ഇതാക്കിയാൽ മതി? NNPയുടെ മാർക്കറ്റ് പ്രൈസിനോട് നമുക്ക് ടാക്സ് പ്ലസ് സബ്സിഡി, ഓക്കെ, ടാക്സ് പ്ലസ് സബ്സിഡി കൂട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് കിട്ടുന്നതായിരിക്കും എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈക്വൽ ടു NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് ടാക്സ് പ്ലസ് സബ്സിഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിലോട്ടേക്ക് എത്തുന്നതെന്ന് ഞാൻ അതും കൂടി ഒന്ന് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ടും എക്സാമ്പിൾസ് ആണ് ചോദ്യങ്ങളായിട്ട് വരുന്നുള്ളത്. ഇത് എങ്ങനെ ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചോദ്യങ്ങളായിട്ട് വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, അത് എങ്ങനെയാണെന്നും കൂടി ഒന്ന് നോക്കാം. നമ്മൾ നേരത്തെ NNP എന്ന് വെച്ചാൽ എന്തായിരുന്നു? GNPയോട് എന്ത് മൈനസ് ചെയ്താൽ മതി? ഡിപ്രീസിയേഷൻ കോസ്റ്റ് മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? NNP കിട്ടും. അങ്ങനെയാണെങ്കിൽ NDP എങ്ങനെയായിരിക്കും കിട്ടുക? NDP എന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ്. GDP-നോട് എന്ത് ചെയ്താൽ മതി? GDP-നോട് ഡിപ്രീസിയേഷൻ കോസ്റ്റ് മൈനസ് ചെയ്താൽ നമുക്ക് NDP കിട്ടും. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഈ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുന്ന കാര്യം പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇവിടെ നോക്കിക്കോ നിങ്ങൾ ഒരു ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണേ. ഇവിടെ നമ്മൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ഓക്കെ, GDP എന്ന് പറയുമ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. NDP എന്ന് പറയുമ്പോൾ എന്താണ്? നെറ്റ്. ഇവിടെ നമുക്ക് ഇത് ഗ്രോസ് ആയി, ഇത് നെറ്റ് ആയി അല്ലെ. അപ്പം GDP എന്ന് പറയുമ്പോൾ ഗ്രോസ്, ജിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. NDP എന്ന് പറയുമ്പോൾ നെറ്റ് ആണ്. സോ ഗ്രോസിനെ നെറ്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? ഗ്രോസിനെ നെറ്റ് ആക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഗ്രോസിനോട്, അതായത് നിങ്ങൾക്ക് ഇപ്പൊ നെറ്റ് കിട്ടണം, ഈ ഗ്രോസിനെ ഈ ഇവിടുത്തെ G മാറ്റിയിട്ട് നിങ്ങൾക്ക് N ആണ് കിട്ടേണ്ടതെങ്കിൽ, ഗ്രോസിനെ നെറ്റ് ആക്കണമെങ്കിൽ, നെറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗ്രോസിനോട് എന്ത് കുറച്ചാൽ മതി? ഡിപ്രീസിയേഷൻ കുറച്ചാൽ മതി. ഓക്കെ, ഗ്രോസിനോട് ഡിപ്രീസിയേഷൻ കുറച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നെറ്റ് കിട്ടും. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മളിപ്പം നാഷണൽ ആണ് നോക്കുക, നാഷണൽ ആണ് നമുക്ക് കിട്ടേണ്ടതെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളിപ്പം ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ നാഷണൽ പ്രൊഡക്റ്റ് എന്ന് നമ്മൾ പറയില്ലേ. അപ്പം ഇപ്പം GDP എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. GNP എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണ് അല്ലെ. അപ്പൊ ഈ ഡൊമസ്റ്റിക് മാറിയിട്ട് നാഷണൽ ആവണം എന്ന് വിചാരിക്കുക. അപ്പൊ നാഷണൽ എന്നത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പോയോ, ഒരു മിനിറ്റ്. നാഷണൽ ആണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ, നമ്മൾ എന്ത് ചെയ്യണം?
നാഷണൽ ആണ് കിട്ടണമെങ്കിൽ നമ്മൾ ഡൊമസ്റ്റിക്കിനോട് ഓക്കെ ഡൊമസ്റ്റിക്കിനോട് എന്ത് കൂട്ടണം? ഡൊമസ്റ്റിക്കിനോട് നമ്മൾ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഡൊമസ്റ്റിക് കിട്ടുമെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കേണ്ടത് എന്താണ്? നമുക്ക് ഫാക്ടർ കോസ്റ്റിനെ ഓക്കെ അതായത് നമുക്ക് മാർക്കറ്റ് പ്രൈസ് കിട്ടണം എന്ന് വിചാരിക്കുക. ഓക്കെ മാർക്കറ്റ് പ്രൈസ് ആണ് കിട്ടേണ്ടതെങ്കിൽ നമ്മൾ എന്തായിരുന്നു ചെയ്യേണ്ടത്? ഫാക്ടർ കോസ്റ്റിനോട് എന്ത് ചെയ്യണമെന്നാണ് നേരത്തെ നമ്മൾ പഠിച്ച ഫാക്ടർ കോസ്റ്റിനോട് എന്ത് ചെയ്താലാണ് നമുക്ക് മാർക്കറ്റ് പ്രൈസ് കിട്ടുക? നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചതേ ഉള്ളൂ അല്ലേ? ഫാക്ടർ കോസ്റ്റിനോട് നമുക്ക് എന്ത് ചെയ്യണം? നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്ത് ചെയ്യണം? കൂട്ടണം. ഫാക്ടർ കോസ്റ്റിനോട് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? മാർക്കറ്റ് പ്രൈസ് കിട്ടും. ഇനി ഫാക്ടർ കോസ്റ്റ് ആണ് കിട്ടേണ്ടതെങ്കിലോ? ഫാക്ടർ കോസ്റ്റ് ആണ് കിട്ടേണ്ടതെങ്കിൽ മാർക്കറ്റ് പ്രൈസിനോട് എന്ത് ചെയ്താൽ മതി? മാർക്കറ്റ് പ്രൈസിനോട് നമ്മൾ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ത് ചെയ്താൽ മതിയാവും? മൈനസ് ചെയ്താൽ മതിയാകും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇത് കിട്ടും, FC കിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ഒരു ബോക്സ് വരച്ചിട്ട് എഴുതി വെക്കുക. ഓക്കെ ഒരു ജസ്റ്റ് ഒരു ബോക്സ് വരച്ചിട്ട് എഴുതി വെക്കാം. നമുക്ക് എഴുതി നോക്കാം. നെറ്റ് കിട്ടാൻ ഗ്രോസ് മൈനസ് ഡിപ്രീസിയേഷൻ. നാഷണൽ കിട്ടാൻ ഡൊമസ്റ്റിക് പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. അടുത്തത് മാർക്കറ്റ് പ്രൈസ് ആണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇനി ഫാക്ടർ കോസ്റ്റ് ആണ് കിട്ടേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഈ ഒരു സാധനമാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ തരികയാണെന്ന് വിചാരിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് GDP അറ്റ് ഫാക്ടർ കോസ്റ്റിനെ എങ്ങനെയാണ് ഇതിന്റെ ഇക്വേഷൻ എന്താണെന്ന് നിങ്ങളോട് ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ചെയ്തുകൂടെ? GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻസ് മാറ്റാം അല്ലെ? ഇതിനെ എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? ഇപ്പൊ ജീനെ നമുക്ക് എന്താക്കണ്ടേ? ജീനെ ഗ്രോസിനെ നമുക്ക് എന്താക്കണം? നെറ്റ് ആക്കണം അല്ലെ? ഗ്രോസിനെ നെറ്റ് ആക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നോക്കിക്കേ, ഇവിടെ നെറ്റിനെ നമ്മൾ ഗ്രോസ് ആക്കണമെങ്കിൽ നെറ്റിനെ ഗ്രോസ് ആക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? അതായത് നമുക്കിപ്പോ ഈ ഒരു ഗ്രോസിനെ മാറ്റി നെറ്റ് ആക്കണം. അതായത് ഈ നെറ്റ് കിട്ടണം. നെറ്റ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഗ്രോസിനോട് എന്ത് ചെയ്യണം? ഗ്രോസിനോട് ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. സോ ഗ്രോസിനോട് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താകും? N ആവും അല്ലെ? നെറ്റ് ആകും. ഇനി അടുത്തത് നോക്കിക്കേ, ഇതെന്താണ്? D എന്ന് വെച്ചാൽ എന്താണ്? ഡൊമസ്റ്റിക് ആണ്. ഡൊമസ്റ്റിക്കിനോട് എന്ത് ചെയ്താലും നമുക്ക് ഡൊമസ്റ്റിക് മാറ്റിയിട്ട് എന്താ ആക്കണ്ടേ? നാഷണൽ ആക്കണം അല്ലെ? അപ്പൊ ഡൊമസ്റ്റിക്കിനോട് എന്ത് ചെയ്താലാണ് നമുക്ക് നാഷണൽ കിട്ടുക? ഡൊമസ്റ്റിക്കിനോട് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? നാഷണൽ കിട്ടും. ഇപ്പൊ എന്തായി? നമുക്ക് ഇപ്പൊ എന്നും കിട്ടി അല്ലെ? P നമുക്ക് അത് തന്നെ, P പ്രൊഡക്റ്റ് എന്നുള്ളത് മാറുന്നില്ല, P തന്നെയാണ്. ഇനി നമുക്ക് ഈ ഫാക്ടർ കോസ്റ്റ് മാറ്റണം എന്ന് വിചാരിക്കുക. ഇപ്പൊ നമ്മൾ NNP അറ്റ് ഫാക്ടർ കോസ്റ്റിലാണ് എടുക്കുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഫാക്ടർ കോസ്റ്റ് മാറ്റേണ്ട ആവശ്യമില്ല. ഇനിയിപ്പം നിങ്ങളോട് NNP അറ്റ് മാർക്കറ്റ് പ്രൈസിലോട്ടൊക്കെ പോകുന്നെങ്കിലോ നമുക്ക് ഈ ഫാക്ടർ കോസ്റ്റ് മാറ്റി മാർക്കറ്റ് പ്രൈസ് ആക്കണ്ടെങ്കിലോ എന്താ ചെയ്യേണ്ടത്? ഈ FC-നോട് എന്ത് ചെയ്താൽ മതി? അതായത് ഈ ഒരു ഇത് കിട്ടണമെങ്കിൽ ഇതിനോട് എന്ത് ചെയ്താൽ മതി? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. അപ്പൊ നമുക്കത് NP ആവും. ഓക്കെ അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക? അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇവിടെ NNP അറ്റ്. ഇപ്പൊ എന്താ? NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് ആയി. അപ്പൊ അത്രയും കാര്യമാണ് നിങ്ങൾ അവിടെ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ ഇനി ഇതുപോലത്തെ കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ആ ചോദ്യങ്ങൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് കിട്ടും. ഓക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഇക്വേഷനുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഞാനൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ ഈ ചോദ്യം നോക്കിക്കേ നിങ്ങൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺസെപ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് നാഷണൽ ഇൻകം? താഴെ തന്നിരിക്കുന്ന കോൺസെപ്റ്റുകളിൽ ഏതാണ് നാഷണൽ ഇൻകം എന്നറിയപ്പെടുന്നത്? ഏതാടാ? നമ്മൾ പഠിച്ചല്ലോ നാഷണൽ ഇൻകം ഏതാണ്? ഓപ്ഷൻ സി നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ് അല്ലെ? അടുത്തൊരു ചോദ്യം, നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഇവിടുന്ന് നോക്കിക്കേ, GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈക്വൽ ടു, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈക്വൽ ടു ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഇക്വേഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കുറെ പേരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടാവും. ചിലർക്ക് ഇത് ബൈ ഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ബൈ ഹാർട്ട് ചെയ്തോളൂ. പക്ഷെ ഇതിങ്ങനെ മനസ്സിലാക്കി പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പൊ GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻസ് എല്ലാം തന്നിരിക്കുന്നത് ഏതിലാണ്? GDP അറ്റ് മാർക്കറ്റ് പ്രൈസിലാണ്.
അപ്പൊ നമുക്ക് ഈ ജി ഡി പിനെ എന്ത് ചെയ്യേണ്ടതായിട്ടില്ല, ജി ഡി പിനെ മാറ്റേണ്ടതായിട്ടില്ല. കാരണം ജി ഡി പിയിൽ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിനെ മാത്രം മാറ്റിയാൽ മതി? ഈ ഫാക്ടർ കോസ്റ്റ് മാറ്റിയിട്ട് എന്താക്കിയാൽ മതി? മാർക്കറ്റ് പ്രൈസ് ആക്കിയാൽ മതി അല്ലെ? അപ്പൊ ഫാക്ടർ കോസ്റ്റ് മാറ്റിയിട്ട് നമ്മൾ എങ്ങനെയാണ് മാർക്കറ്റ് പ്രൈസ് ആക്കുന്നത്? ഫാക്ടർ കോസ്റ്റ് നമ്മൾ എങ്ങനെയാ മാർക്കറ്റ് പ്രൈസിലോട്ടേക്ക് മാറ്റുന്നതെന്ന് പറഞ്ഞേ. ഫാക്ടർ കോസ്റ്റിനെ അതായത് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു എന്താണ് മാർക്കറ്റ് പ്രൈസിൽ, അതായത് നമുക്കിപ്പോ എന്ത് ചെയ്യണം, ഇവിടെ മാർക്കറ്റ് പ്രൈസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ മാർക്കറ്റ് പ്രൈസിനെ മാറ്റിയിട്ട് നമുക്ക് എന്താക്കണം? ഫാക്ടർ കോസ്റ്റ് ആക്കണം അല്ലെ? അതായത് ഓപ്ഷൻസിലെല്ലാം മാർക്കറ്റ് പ്രൈസ് തന്നിരിക്കുന്നു. സോ മാർക്കറ്റ് പ്രൈസിനെ ഫാക്ടർ കോസ്റ്റ് ആക്കുവാണ് നമുക്ക് ഇവിടെ ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ മാർക്കറ്റ് പ്രൈസിനെ ഫാക്ടർ കോസ്റ്റ് ആക്കാൻ വേണ്ടി പറ്റുക? അതിനാണ് ഞാൻ നേരത്തെ വരച്ചു തന്ന ആ ഒരു ടേബിളിന്റെ ഇമ്പോർട്ടൻസ്. ആ ടേബിളിൽ എന്താ നമ്മൾ പറഞ്ഞേക്കുന്നത്? നോക്കിക്കേ, ടേബിൾ എന്ത് ചെയ്യും? ടേബിളിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഫാക്ടർ കോസ്റ്റ് കിട്ടണമെങ്കിൽ മാർക്കറ്റ് പ്രൈസിനോട് എന്ത് ചെയ്യണം? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ത് ചെയ്യണം? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കണം അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഇനി ആൻസർ ഒന്ന് നോക്കിക്കേ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്ത്? ഓക്കെ, നമുക്ക് ഫാക്ടർ കോസ്റ്റ് കിട്ടണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മാർക്കറ്റ് പ്രൈസിനോട്, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന മാർക്കറ്റ് പ്രൈസ് ഏതാ? ജി ഡി പി അറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ്. അതിനോട് എന്ത് കുറയ്ക്കണം? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കണം. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പൊ ജി ഡി പി അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് വെച്ചാൽ ജി ഡി പി അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ജി ഡി പി അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് എന്നുള്ളതാണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം ഈ രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വേറെ ചോദ്യം ഉണ്ടോ നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ചോദ്യം തന്നിരിക്കുകയാണ്. ഫാക്ടർ കോസ്റ്റ് എൻ എൻ പി അറ്റ് ഫാക്ടർ കോസ്റ്റ്. ഓക്കെ, എൻ എൻ പി അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു എന്നുള്ളതാണ് ചോദ്യം തന്നിരിക്കുന്നത്. അപ്പൊ എൻ എൻ പി അറ്റ് ഫാക്ടർ കോസ്റ്റ് ഏതിനാണ് ഈക്വൽ ആയിട്ടുള്ളതെന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ജി എൻ പി ഉണ്ട്, ജി ഡി പി ഉണ്ട്, ജി എൻ പി ഉണ്ട്, ജി ഡി പി ഉണ്ട്, പല സാധനങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും എന്ത് ചെയ്യണം? ഇതിനെ ജി ഡി പിയിലോട്ടേക്ക്, ജിയിലോട്ടേക്ക് മാറ്റണം അല്ലെ? എന്നിനെ എന്തായാലും ജിയിലോട്ടേക്ക് മാറ്റണം. എന്നിനെ ജിയിലോട്ടേക്ക് മാറ്റണമെങ്കിൽ എന്താടാ ചെയ്യേണ്ടത്? എന്നിനെ അതായത് ഗ്രോസിനെ നെറ്റ് ആക്കണം. ഗ്രോസിനെ നെറ്റ് ആക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഗ്രോസിനോട് എന്ത് കുറയ്ക്കണം? ഡിപ്രീസിയേഷൻ കുറയ്ക്കണം അല്ലേ? അപ്പൊ സിമ്പിൾ അല്ലേ ഇതിന്റെ ആൻസർ? ഇതിന്റെ ആൻസർ എന്താണ്? മൈനസ് ഡിപ്രീസിയേഷൻ എവിടെയാണോ വരുന്നത് അതായിരിക്കുമല്ലേ ഉത്തരം. ഇവിടെ എവിടെയാ മൈനസ് ഡിപ്രീസിയേഷൻ വരുന്നത്? ഇവിടെ ഏതാ മൈനസ് ഡിപ്രീസിയേഷൻ വരുന്നത്? ജി എൻ പി അറ്റ് ഫാക്ടർ കോസ്റ്റ് മൈനസ്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫാക്ടർ കോസ്റ്റിലാണ് ചോദിച്ചിരിക്കുന്നത്. സോ എൻ എൻ പിനെ എഫ് സി ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ജി എൻ പി അറ്റ് ഫാക്ടർ കോസ്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ആൻസറിലോട്ടേക്ക് എത്താൻ പറ്റും. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ അതൊന്നും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, വീണ്ടും അതേപോലത്തെ ചോദ്യമാണ് വന്നിരിക്കുന്നത്. ജി ഡി പി അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ജി ഡി പി അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ജി ഡി പി, ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടോ? ഇങ്ങനെയാണ് ചോദ്യം വരുന്നത്. ഓക്കെ, ഇങ്ങനെ ഈ രീതിയിലാണ് ചോദ്യം വരുന്നത്. ജി ഡി പി അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്ക്, തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ജീനെ മാറ്റേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. ഇത് നിങ്ങൾ നോക്കിയാൽ കിട്ടും. ഇതിന് ഓരോന്നിനെയും മാറ്റണോ വേണ്ടോ നോക്കിയാൽ മതി. ഫാക്ടർ കോസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ഇതിന്റെ ആൻസർ നിങ്ങൾ 17ന്റെ ആൻസർ നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് നോക്കൂ. കമന്റ് അല്ല, ഇത് നിങ്ങൾ സ്വന്തം ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. സ്വന്തം ഒന്ന് ചെയ്ത് നോക്കൂ. സ്വന്തമായിട്ട് ഇത് ചെയ്യാൻ അറിയേണ്ട റൂൾ എന്താണ്? നെറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രോസിനെ മൈനസ് ഡിപ്രീസിയേഷൻ ചെയ്താൽ നെറ്റ് കിട്ടും. ഡൊമസ്റ്റിക് കിട്ടാൻ വേണ്ടിയിട്ടല്ല, നാഷണൽ കിട്ടാൻ വേണ്ടിയിട്ട് ഡൊമസ്റ്റിക്കിനോട് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നാഷണൽ കിട്ടും. ഓക്കെ, പിയില് ചേഞ്ചസ് വരുത്തേണ്ടതായിട്ടില്ല. എഫ് സി കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? മാർക്കറ്റ് പ്രൈസിനോട് എന്ത് ചെയ്താൽ മതി? നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കുറച്ചാൽ മതി. നമുക്ക് എന്ത് കിട്ടും? എഫ് സി കിട്ടും. അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ നിങ്ങളൊന്ന് സ്വന്തം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങളൊരു ബുക്ക് എടുക്കുക, ഈ ഇക്വേഷൻ എഴുതുക, എന്നിട്ട് സ്വന്തം ജീനെ നെറ്റ് ആക്കുന്നു, ഡീനെ നാഷണൽ ആക്കുന്നു, എഫ് സിനെ മാർക്കറ്റ് പ്രൈസിലോട്ടേക്ക് ആക്കുന്നു, അങ്ങനെ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് സ്വന്തം ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, ഈ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കിയാലോ? ഇവിടെ ചോദ്യം തന്നിരിക്കുന്നത് നമ്മുടെ ചോദ്യം പോയോ? എൻ എൻ പി അറ്റ് ഫാക്ടർ കോസ്റ്റ്. ഇവിടെ ഒരു മിനിറ്റ്. ഓക്കെ, പെന്നിടയ്ക്കൊന്ന് കംപ്ലൈന്റ് ആവുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എൻ എൻ പി അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്.
NNP ടു ഫാക്ടർ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ NNP ടു ഫാക്ടർ കോസ്റ്റ് നമുക്ക് എങ്ങനെ കിട്ടുന്നത്? ഈ ഫാക്ടർ കോസ്റ്റ് കിട്ടാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത്? മാർക്കറ്റ് പ്രൈസിനോട് എന്ത് ചെയ്താൽ മതി? മാർക്കറ്റ് പ്രൈസിനോട് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി അല്ലെ? മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പം ഇവിടെ മാർക്കറ്റ് പ്രൈസ് ഏതിലാണ് കിടക്കുന്നത്? NNP-യിലാണ്. ഓക്കെ, NNP-യിലാണ് കിടക്കുന്നത്. സോ NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വെച്ചാൽ എന്താ? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഇവിടെ കിടപ്പുണ്ടോ? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? എങ്ങനെയാ കിട്ടുന്നത്? ടാക്സ് 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 മൈനസ് സബ്സിഡി ആണല്ലേ? ടാക്സ് മൈനസ് സബ്സിഡി ആണ് എന്തെന്ന് പറയുന്നത്? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ടാക്സ് മൈനസ് സബ്സിഡി ആണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് നോക്കാം. ഇവിടെ ടാക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 400 ആണ്. സബ്സിഡി എന്ന് പറയുന്നത് എത്ര? 200 ആണ്. ഓക്കെ, 200 ആണ്. സോ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വെച്ചാൽ 200 ആണ്. ഓക്കെ, 400 മൈനസ് 200 ആണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 5000 ആണ്. ഈ 5000-നോട് എന്ത് ചെയ്താൽ മതി? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചാൽ മതി. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് നമുക്കിപ്പോൾ കിട്ടിയത് എത്ര രൂപയാണ്? 200 ആണ്. സോ ആൻസർ ഈസ് 4700. ഇതാണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി. അടുത്ത ചോദ്യം നോക്കിക്കേ. GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു. ഇതൊക്കെ കണ്ടുപിടിക്കും. ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ കുറേ ചോദ്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. ഈ ഒരു സെക്ഷനിൽ നമുക്ക് പറയാനുള്ളത് നമ്മുടെ വ്യക്തിഗത വരുമാനം, പേഴ്സണൽ ഇൻകത്തെ പറ്റിയിട്ടാണ്. പേഴ്സണൽ ഇൻകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ട് ഒരു രാജ്യത്തെ മൊത്തം ആളുകളും, ഓക്കെ, ആ ഒരു രാജ്യത്തെ ജനങ്ങൾ മൊത്തം ഉണ്ടാക്കുന്ന അവരുടെ ഇൻകം ഉണ്ടല്ലോ, ആ ഇൻകത്തിന്റെ ടോട്ടലിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? വ്യക്തിഗത വരുമാനങ്ങൾ എന്ന്, അല്ലെങ്കിൽ വ്യക്തിഗത വരുമാനം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ വ്യക്തിഗത വരുമാനത്തിന്റെ ഇക്വേഷൻ ഈ ഇക്വേഷൻ ഒന്ന് പഠിക്കുന്നത് ചോദ്യം വന്നിട്ടുണ്ട്. ഈ ഒരു പേഴ്സണൽ ഇൻകവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം വന്നിട്ടുണ്ട്. ദേശീയ വരുമാനത്തിൽ നിന്നും നമ്മുടെ വിതരണം ചെയ്യാത്ത ലാഭം മൈനസ് കുടുംബങ്ങളുടെ അറ്റ പലിശ മൈനസ് കോർപ്പറേറ്റ് നികുതി പ്ലസ് കുടുംബങ്ങൾക്ക് സർക്കാരിൽ നിന്നോ ഉൽപാദക യൂണിറ്റിൽ നിന്നോ ലഭിക്കുന്ന ട്രാൻസ്ഫർ പേയ്മെന്റ്, ഇത് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിലായിരിക്കും നമുക്ക് പേഴ്സണൽ ഇൻകം ലഭിക്കുക. അപ്പൊ പേഴ്സണൽ ഇൻകം എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ ഈ ഒരു ഇക്വേഷൻ പഠിക്കണം. ഒരു വട്ടം ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ. ഇനി വ്യക്തിഗത വിനിയോഗ വരുമാനം, പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം. പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് നമുക്കൊരു പേഴ്സണൽ ഇൻകം ലഭിക്കാന്ന് വെച്ചാൽ എന്താ? നമുക്കിപ്പോൾ ഒരു ഇൻകം ലഭിക്കുന്നു. ആ ഇൻകം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ അത് ഉപയോഗിക്കും അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ഇൻകത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നമ്മുടെ ഇഷ്ടത്തിന് നമ്മളെ ഇൻകം വിനിയോഗിക്കുമ്പോൾ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കുന്നു? ആ അത്തരത്തിലുള്ള വരുമാനങ്ങളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം എന്ന് വിളിക്കുന്നു. പക്ഷെ നമുക്ക് ലഭിക്കുന്ന എല്ലാ ഇൻകവും നമുക്ക് അങ്ങനെ ചെലവഴിക്കാൻ പറ്റുമോ? അതായത് നമുക്ക് ലഭിക്കുന്ന എല്ലാ വ്യക്തിഗത വരുമാനം, എല്ലാ പേഴ്സണൽ ഇൻകവും നമുക്ക് അങ്ങനെ ചെലവഴിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ നമ്മൾ നികുതി അടയ്ക്കണം. എന്ത് നികുതി അടയ്ക്കണം? ഇൻകം ടാക്സ്, ആദായ നികുതി പോലുള്ള നികുതികൾ നമ്മൾ അടക്കേണ്ടതായിട്ടുണ്ട്. സോ പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് ലഭിക്കുന്ന ടോട്ടൽ പേഴ്സണൽ ഇൻകം ഇല്ലേ, നമുക്ക് ലഭിക്കുന്ന വ്യക്തിഗത വരുമാനം ഇല്ലേ, ആ വരുമാനത്തിൽ നിന്ന് ഡയറക്റ്റ് ടാക്സും അതുപോലെ തന്നെ നോൺ ടാക്സ് പേയ്മെന്റ്സും ഉണ്ടല്ലോ, ഡയറക്റ്റ് ടാക്സും നോൺ ടാക്സ് പേയ്മെന്റ്സും നമ്മൾ മൈനസ് ചെയ്യുകയാണെങ്കിൽ, ഇത്രേ ഉള്ളൂ. എവിടെ പേന? ഓക്കെ. പേഴ്സണൽ ഇൻകത്തിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? പേഴ്സണൽ ടാക്സ് മൈനസ് ഡയറക്റ്റ് ടാക്സ് മൈനസ് നോൺ ടാക്സ്, ഓക്കെ, നികുതിയേതര അടവുകൾ, ഇതെല്ലാം മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതിനെയാണ് പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം എന്ന് വിളിക്കുന്നത്. അപ്പം എന്താണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതിശീർഷ വരുമാനമാണ് അല്ലെ? പെർ ക്യാപിറ്റ ഇൻകം, അതായത് നമ്മുടെ ഒരു എക്കോണമീന്റെ, നമ്മുടെ എക്കണോമിക് കണ്ടീഷൻസും സാമ്പത്തിക സ്ഥിതിയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പെർ ക്യാപിറ്റ ഇൻകം നമ്മൾ എടുക്കുന്നത്. അതായത് ഒരു രാജ്യത്തിന്റെ ആകെ ജനസംഖ്യ, നമ്മുടെ ടോട്ടൽ പോപ്പുലേഷനെ, അതായത് നമ്മുടെ ദേശീയ വരുമാനത്തിന് ടോട്ടൽ പോപ്പുലേഷൻ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ നാഷണൽ ഇൻകത്തിനെ നമ്മുടെ ജനസംഖ്യ കൊണ്ട് നമുക്ക് ഹരിക്കുമ്പോൾ നമുക്ക് എന്താണോ ലഭിക്കുന്നത് അതാണ് പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. സോ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഈ ഒരു നാഷണൽ ഇൻകവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത് മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം ആണ്. അതിൽ നമുക്ക് പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അത് ഞാൻ പാർട്ട് 2-ലായിരിക്കും പറയാം. കാരണം ഇപ്പൊ തന്നെ വീഡിയോയുടെ ലെങ്ത് നന്നായിട്ട് കൂടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഇനി ഈ ഒരു 3 മെത്തേഡും കൂടി പറയുമ്പോഴേക്കും ഒരുപാട് ലെങ്തി ആയി പോകും. സോ അത് ബുദ്ധിമുട്ടായിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് പാർട്ടിൽ ഞാൻ എന്ത് ചെയ്യാം? ഇതിന്റെ മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം ഞാൻ ഡിസ്കസ് ചെയ്യാം.
അപ്പം നിങ്ങളിത് കൃത്യമായിട്ട് പഠിക്കണം. ഞാൻ ഇത്രയും ചോദ്യങ്ങൾ കാണിച്ചു തന്നു. ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പഠിക്കണം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. കണ്ടോ ഇവിടെ പല ചോദ്യങ്ങളുണ്ട്. വിച്ച് among the following is the best measure to evaluate the welfare impact of economic growth? അല്ലെ, എക്കണോമിക് ഗ്രോത്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? അങ്ങനെ പല ചോദ്യങ്ങൾ ഇവിടെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത ചോദ്യം നോക്കിക്കേ, എന്താണ് വരുമാനത്തിൽ പുരോഗതി ഇല്ലാത്ത പ്രതിശീർഷ വരുമാനത്തിലെ വർധനവ് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? അതുപോലെ ഈ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ NSSOയുടെ പൂർണ്ണ രൂപം, അതൊന്നും നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ NSSOനെ പറ്റി ഒന്നും ഡിസ്കസ് ചെയ്തില്ല. ഈ ക്ലാസ്സിൽ നമ്മൾ നാഷണൽ ഇൻകവുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ സൈഡാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ആ ഒരു കോൺസെപ്റ്റിനെ പറ്റിയാണ് നമ്മൾ കൂടുതലും പറഞ്ഞിട്ടുള്ളത്. ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു കാര്യവും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. അതൊക്കെ നമുക്ക് പാർട്ട് 2 ഡിസ്കസ് ചെയ്യാം. കാരണം നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുന്നത് ഈ ഒരു കോൺസെപ്റ്റ് ആണ്. ഇതെങ്ങനെയാണ് ഇതിന്റെ കാൽക്കുലേഷൻ കാര്യങ്ങളും ഇതിന്റെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും എസെൻഷ്യലി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത്. സോ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ വന്നിരിക്കുന്ന ചോദ്യങ്ങൾ കൂടുതലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ട്രാൻസ്ഫർ ഓഫ് പേയ്മെന്റുകൾ വ്യക്തിഗത വരുമാനത്തിന്റെ ഭാഗമാണ്. ഡിസ്പോസിബിൾ വരുമാനത്തിൽ നേരിട്ടുള്ള നികുതി അടവുകളും ഉൾപ്പെടുന്നുണ്ട്. NNP ഫാക്ടറി ചെലവിൽ പരോക്ഷ നികുതി പേയ്മെന്റുകൾ ഉൾപ്പെടുന്നു. അങ്ങനെ കുറേ സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതിൽ കണ്ടോ, ഈ 19ാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇന്ത്യയിൽ GDPയുടെ മേഖലാ സംഭാവനയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇത് എന്ത് ചെയ്യാം, ഞാൻ പാർട്ട് 2 ഈ ഓരോ സെക്ടേഴ്സിന്റെയും കോൺട്രിബ്യൂഷൻ, GDPയിൽ എങ്ങനെയാണ് ഈ ഓരോ സെക്ടേഴ്സും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പാർട്ട് 2 കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്ത് തരാം. അതായത് 1950-60 കാലഘട്ടത്തിൽ നിന്നും ഇപ്പോഴത്തെ കാലഘട്ടത്തിലോട്ടേക്ക് വരുമ്പോൾ ഓരോ സെക്ടറിലും എങ്ങനെയാണ് ചേഞ്ചസ് വന്നിട്ടുള്ളതെന്ന് ഞാൻ പാർട്ട് 2 ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്തായാലും നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ബാക്കി ടോപ്പിക്കുകൾ, ഇതുമായി ബന്ധപ്പെട്ട ബാക്കി ടോപ്പിക്കുകൾ പാർട്ട് 2 ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു ഏരിയ കൃത്യമായിട്ട് തന്നെ പഠിച്ചേക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് ഡ്രൈ ആണ്, കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ്. എങ്കിൽ പോലും പ്രോപ്പർ ആയിട്ടാണ് പഠിക്കുന്നതെങ്കിൽ, കോൺസെപ്റ്റ് കൃത്യമായിട്ടാണ് മനസ്സിലാക്കി പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഷുവർ ഷോട്ട് ആയിട്ട് അവിടെ മാർക്ക് കിട്ടും. ഇനിയും ചോദ്യങ്ങൾ ഇപ്രാവശ്യത്തെ പ്രിലിംസിനും വരുമെന്ന് ഒരു 100% ഉറപ്പുള്ള ഒരു മേഖലയാണ് നാഷണൽ ഇൻകം. വിട്ട് കളയരുത്, കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവുക, കൃത്യമായിട്ട് റിവൈസ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ചാനലിലെ വീഡിയോസും ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ കമന്റുകളൊക്കെ കാണുന്നുണ്ട്. ഇനിയും നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഏത് ടോപ്പിക്ക് വേണം, നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് തൊട്ടടുത്ത ദിവസം തന്നെ അടുത്ത പാർട്ടുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.